ഞാനിതുവരെ ദൈവത്തെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഞാനതില്ല എന്ന് പറയാനൊന്നും ആളല്ല. നമുക്കും സ്പേസ് എക്സ് പോലെയുള്ള കമ്പനികൾ ഇവിടെ ഉണ്ടായേ പറ്റൂ. അൺസയൻറ്റിഫിക് എന്നൊക്കെ നിങ്ങൾ പറയാൻ മാത്രം നിങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. ഹുവാമായി, വാട്ട് ഈസ് ഗോഡ്, പലപ്പോഴും നമുക്കൊന്നും ഉത്തരവുകളൊന്നുമില്ല. നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ടെമ്പിളുകൾ. അവിടെ ഞാൻ പോകുന്നത് ഈശ്വരനെ കാണാനോ പ്രാർത്ഥിക്കാനൊന്നും അല്ല. ഭൂമിയിൽ ലൈഫ് ഒരു പ്രാവശ്യമല്ല ഉണ്ടായത്, പല പ്രാവശ്യങ്ങളിലുണ്ടായിട്ടുണ്ട്. ഈവൻ സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ പോലും പല കാര്യങ്ങളും ഉത്തരങ്ങളില്ലാത്തൊരു തലത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറേ വാർത്തകൾ, കുറേ ക്യാമ്പയിൻസ് ഒക്കെ നമ്മുടെ ഒരു മൊറാലിനെ എങ്ങനെ എഫക്ട് ചെയ്തിട്ടുണ്ട്? എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അതൊരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു കേസായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്, ആരും ഉറങ്ങാതിരുന്നൊന്നും വർക്ക് ചെയ്യാറില്ല. ക്യാൻസർ കിട്ടിയപ്പോൾ എനിക്ക് ഒരു വിധത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് തോന്നിയത്. മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിനുള്ള പോസിബിലിറ്റീസ് വെരി ഹൈ ആണ്. ഞാൻ എസ് സോംനാഥ് എന്നൊരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് താങ്കളുടെ ബിഗിനിങ്, വെർ യു ഓൾവേസ് തിങ്കിങ് അബൌട്ട് എങ്ങനെയാണ് എസ് സോംനാഥിലേക്ക് സ്പേസ് എത്തുന്നത്? എനിക്ക് തോന്നുന്നത് ഞാൻ റിവേഴ്സ് പോവുകയാണെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴാണ് സ്പേസിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ വ്യൂ എനിക്കുണ്ടാകുന്നത്. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാൻ ISRO ജോയിൻ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. അത് ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ ഞാനൊരു കോഴ്സ്, പ്രൊപ്പൽഷൻ എന്നൊരു കോഴ്സ് എൻ്റെ കോളേജിനോട് ആവശ്യപ്പെട്ട് ഓർഗനൈസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയറിൽ ഓപ്ഷണൽ കോഴ്സുകൾ എടുക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓപ്ഷണൽ കോഴ്സുകളൊക്കെ എടുക്കുക. അപ്പോൾ അവൈലബിൾ കോഴ്സുകളൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ച് മാർക്ക് കൂടുന്ന കിട്ടുന്ന കോഴ്സ് എടുക്കാം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്ലാൻ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് റോക്കറ്റിൻ്റെ പ്രൊപ്പൽഷൻ്റെ കോഴ്സ് എനിക്ക് വേണം, അവിടെ പഠിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ ഞാനൊരു സാറിൻ്റെ അടുക്ക ചെന്നു, മധുസൂദൻ പിള്ള സാറിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു എനിക്ക് കോഴ്സ് പഠിപ്പിക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ പഠിപ്പിക്കാം, പക്ഷേ എനിക്ക് പറഞ്ഞുകൂടാ, എനിക്ക് പഠിക്കണം. ശരി, അപ്പോൾ അദ്ദേഹം പഠിച്ചിട്ട് കോഴ്സ് ഓഫർ ചെയ്യൂ. അന്ന് കോളേജിനെ കൊണ്ട് അപ്രൂവ് ചെയ്യിച്ച് ആ കോഴ്സ് ഓഫർ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആളുകൾ പുറകെ നടന്ന് 10 പേരെയും കൂടെ അതിനകത്ത് ചേർത്ത് ആ കോഴ്സ് ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഉള്ളിൽ ആഗ്രഹമായിരിക്കണം, എനിക്ക് ആ സാധനം പഠിച്ച് റോക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് സംഭവിച്ചത്. ഇന്ന് ഞാൻ ആ സാറിന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അന്ന് ആപ്ലിക്കേഷൻ വന്നപ്പോൾ ISRO എഞ്ചിനീയേഴ്സിന് എടുക്കുന്ന ആപ്ലിക്കേഷൻ ഞാനാണ് പേപ്പറിൽ ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റിനെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ടൈപ്പ് ചെയ്ത്, അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലമാണ്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ടൈപ്പ് ചെയ്ത് അതിൻ്റെ സൈക്ലോ സ്റ്റൈൽ ചെയ്ത് കോപ്പി ഒട്ടാക്കി ക്ലാസ്സിലൊക്കെ കൊണ്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 2 രൂപ ആപ്ലിക്കേഷനിൽ എല്ലാവരെയും കൊണ്ട് അപ്ലൈ ചെയ്ത് പോസ്റ്റൽ ഓർഡർ 2 രൂപയുടെ പോസ്റ്റൽ ഓർഡർ അറ്റാച്ച് ചെയ്യണം. അങ്ങനെ ഞാൻ 10-15 പേരെ കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് ISRO ഞങ്ങളെല്ലാം കൂടെ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഐ വാസ് ടേക്കിംഗ് ലീഡർഷിപ്പ് ഫോർ എവരി വൺ ടു വന്ന് അപ്ലൈ ചെയ്ത് ജോലി ISRO ജോയിൻ. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ 5 പേർക്ക് ജോലി കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ഞാൻ അന്ന് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ അതിന് മുമ്പ് നോക്കിയാൽ അതൊന്നുമില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊന്നും ISROയെക്കുറിച്ചോ സ്പേസിനെ കുറിച്ചോ എനിക്കൊരു അറിവുമില്ലായിരുന്നു. കാരണം അറിവുള്ള സാഹചര്യങ്ങളിൽ നിന്നല്ല ഞാൻ വന്നതുകൊണ്ടാണ്. അല്ല, ഞാനൊരു വില്ലേജ് ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷേ വില്ലേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടം ഇന്ന് കമ്പയർ ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. ഒരുപാട് അന്ന് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ കറണ്ടൊന്നും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ നമ്മൾ മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ വീട്ടിൽ കറണ്ട് വരുന്നത് തന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഒരുപാട് വായിക്കുന്നൊരു ഫാമിലി ആയിരുന്നു. കാരണം എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വായിച്ചെന്ന് വെച്ചാൽ എല്ലാ തരം സാധനങ്ങളും വായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ റീസണബിളി ഞാൻ തോന്നുന്ന വിദ്യാഭ്യാസത്തിൽ നന്നായിരുന്നു. പൊതുവേ സ്കൂള് സാധാരണ സ്കൂളാണ്, പക്ഷേ 20% പാസ്സാകുന്ന സ്കൂളാണ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു സയൻസിൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിലൊക്കെ. അങ്ങനെയാണ് ഞാൻ അടുത്ത പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ചു. പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴും എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. എഞ്ചിനീയറിംഗ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അന്ന് പ്രീ ഡിഗ്രി മഹാരാജാസിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റുകളൊക്കെ IIT എൻട്രൻസ് ഒക്കെ എഴുതുമ്പോഴും ഞാൻ നോക്കിയിരിക്കുകയാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സുകളൊക്കെ IIT ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണിക്കും, അവർ പരീക്ഷ പോകും, അവിടെ കോച്ചിങ് ക്ലാസ്സിന് പോകുന്നുണ്ട് എറണാകുളത്ത് ചുറ്റുമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ. ഞാനൊരിതും പോലും ഞാൻ ക്ലാസ് കഴിയുമ്പോൾ വീട്ടിൽ വരും. കാരണം ട്യൂഷൻ വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ചിന്തിക്കാനാവില്ലായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു BSc ഒക്കെ പഠിച്ച് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ BScയുടെ ഫോമൊക്കെ വാങ്ങിച്ച് അപ്ലൈ ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ സമയത്താണ് ഒരാൾ വന്ന് എന്നോട് പറയുന്നത് ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഉണ്ട്, നീ എന്താ അപ്ലൈ ചെയ്യാത്തതെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹം എനിക്ക് ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് തന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തത് കൊണ്ട് അദ്ദേഹം കൊണ്ട് അപ്ലൈ ചെയ്തു. എൻ്റെ ഒരു അച്ഛൻ്റെ സുഹൃത്ത് അദ്ദേഹം അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ എഞ്ചിനീയറായി. അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറും ആവില്ലായിരുന്നു. ഒന്നുമില്ല. അന്ന് എനിക്ക് ഞാൻ പറയട്ടെ, ഞാനൊരു ജനറൽ നോളജിൽ വളരെ ഹൈ ആയിരുന്നു. കാരണം ഞാനൊരു ക്വിസറായിരുന്നു. കോളേജിലും സ്റ്റേറ്റിലും ഡിസ്ട്രിക്റ്റിലൊക്കെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കും, ടോപ്പറായിരുന്നു. സയൻസിൽ ടോപ്പറായിരുന്നു. പക്ഷെ ഇതൊന്നും കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് ആരുമില്ല നമ്മളെ പറഞ്ഞു തരാൻ. ഓക്കെ, എൻ്റെ അച്ഛൻ ടീച്ചറാണെങ്കിൽ പോലും എൻ്റെ അച്ഛനും അവയർനെസ് കുറവാണ്. അദ്ദേഹത്തിന് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചോ സ്പേസിനെ കുറിച്ചോ ഇങ്ങനൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചോ കരിയർസിനെ കുറിച്ചോ ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാനൊരു സ്കൂൾ ടീച്ചർ ആവണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഗോൾ. അതാണ്. ഓക്കെ, ഞാൻ ഫിസിക്സോ മാത്സോ പഠിച്ചിട്ട് സയൻസ് പഠിപ്പിക്കുന്ന അദ്ദേഹം ഒരു ലാംഗ്വേജ് ടീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ ഗോൾ ഞാനൊരു സ്കൂൾ ടീച്ചർ ആവണം, സഫീഷ്യൻ്റ്ലി ഹൈ, സ്കൂളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷും എൻ്റെയും വിഷ്. അപ്പോൾ അതിൻ്റെ അപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ച് അറിവില്ലായ്മയായിരുന്നു അതിൻ്റെ പ്രശ്നം. കാരണം നമുക്ക് കിട്ടുന്ന അറിവ് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് മാത്രമാണ്. പക്ഷേ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതിരുന്നത് വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ IIT എഴുതി കിട്ടിപ്പോയേനെ. കാരണം അത് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കിട്ടിയേനെ. എനിക്കറിയാം. അങ്ങനെ ഒരുപാട് പേര് ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിലുള്ളവരൊന്നും അത്ര മോശക്കാരൊന്നുമില്ല. എല്ലാവരും ബ്രൈറ്റ് സ്റ്റുഡൻസ് ആണെന്ന് എനിക്കിപ്പോഴറിയാം. പലരും വഴിയിൽ തടഞ്ഞു പോയത് ഇതുകൊണ്ടാണ്. എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് 3 കുട്ടികളെങ്കിലും എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ട്. എല്ലാവരും ഇതേ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. ISRO has got a history of employing people from such backgrounds, like for example ഇപ്പോഴത്തെ ഡയറക്ടർ പോലും he's come from a എല്ലാവരും അതെ. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ TKM-ലൊക്കെ പഠിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ക്ലാസ്സിലുള്ള ഒരു മെജോറിറ്റി ആർ ഫ്രം സിമിലർ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സെപ്ഷൻ ഒന്നും അല്ല, അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അല്ല, അപ്പോൾ ഇസ്രോയുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഇസ്രോ ആകെ എടുത്തിരുന്നത് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ട് ആളുകളെ എടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്നെ റിക്രൂട്ട് ചെയ്ത സമയത്ത് എനിക്കറിയാം, ആ വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ നാസയിൽ ജോയിൻ ചെയ്തു. ആ വർഷം 1985 സെക്കൻഡ് റാങ്ക് കിട്ടിയ ആളാണ് ഞാൻ. ISRO ജോയിൻ ചെയ്തു. തേർഡ് റാങ്ക് കിട്ടിയ ആൾ ISRO ജോയിൻ ചെയ്തു. ഫോർത്ത് റാങ്ക് കിട്ടിയ ആൾ ISRO ജോയിൻ ചെയ്തു. ഓക്കെ, ആ തേർഡ് റാങ്ക് കിട്ടിയ ആളാണ് ഗിരി. എൻ്റെ ബാച്ചിൽ അദ്ദേഹം GSLന്റെ പ്രോജക്ട് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ഫോർത്ത് റാങ്ക് കിട്ടിയ ആളാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. എൻ്റെ അതേ ബാച്ചിൽ അദ്ദേഹം ഇന്ന് VSSA ഡയറക്ടറാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരേ ഇയറിൽ റാങ്ക് ഹോൾഡേഴ്സാണ്. ഓക്കെ, അപ്പോൾ അന്ന് ISRO റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാം അക്കാഡമിക്കലി ടോപ്പായ ആളുകളെയാണ്. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻട്രൻസ് ടെസ്റ്റ് ബേസ്ഡ് ആയി. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇവാലുവേഷൻ അല്ല. ഇന്ന് ടെസ്റ്റ് എഴുതാൻ കഴിവുള്ളവരാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. നമ്മുടെ ഒരു സ്പേസ് രംഗം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? എത്ര അഡ്വാൻസ്ഡ് ആണ് നമ്മളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ? കാരണം ഇന്ന് നമ്മുടെ ISRO മാത്രമാണ് സ്പേസിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മളിപ്പോൾ കരുതണ്ട. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ സമയമെടുത്തേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, ഒരു ഗ്ലോബൽ സ്പേസ് എക്കോസിസ്റ്റത്തെക്കുറിച്ചുള്ളൊരു ധാരണ വേണം. ഇന്ത്യയിൽ എന്താണുള്ളത് ധാരണ വേണം. ഒന്ന്, ലോഞ്ച് കേപ്പബിലിറ്റി, റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ട് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനുള്ള കഴിവ്. അത് ഇന്ത്യയിൽ മറ്റ് ഒരുപാട് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ട്. അത് ഏകദേശം ഒരു 4 ടൺ ജിയോയിലും ഏകദേശം 10 ടൺ ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ കഴിയുന്നൊരു കഴിവുള്ള ഒരു രാജ്യമാണ്. അത് ചെറിയ കഴിവല്ല. ഉള്ള കഴിവുള്ള രാജ്യങ്ങളിൽ നിന്ന് വളരെ എണ്ണം കുറവാണ്. ഒന്ന് US ഉണ്ട്, റഷ്യ ഉണ്ട്, ചൈനയുണ്ട്, ജപ്പാനുണ്ട്, പിന്നെ യൂറോപ്യൻ ഗ്രൂപ്പ് ആളുകളുണ്ട്. ഇതിനിടയിൽ ഇന്ത്യ മാത്രമാണ് ഉള്ളൊരു രാഷ്ട്രം. അതൊരു വലിയ നേട്ടമാണ്. ഈ പറഞ്ഞ പവർ ഗ്രൂപ്പ്സുമായിട്ട് നോക്കുമ്പോൾ സ്വന്തമായിട്ട് റോക്കറ്റ് ഡിസൈൻ ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും വിക്ഷേപിക്കാനും അത് നമുക്ക് സ്വന്തം ലോഞ്ച് പാഡിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. അതൊരു വലിയ നേട്ടം. രണ്ടാമത്, ഉപഗ്രഹങ്ങളെ നിർമ്മിക്കാനും ലോഞ്ച് ചെയ്യാനുള്ള കഴിവ് അതും ഇന്ത്യയിലുണ്ട്. അത് നമുക്ക് എത്ര സൈസുള്ള ഉപഗ്രഹങ്ങളെ വേണമെങ്കിലും നിർമ്മിക്കാനും ഡിസൈൻ ചെയ്യാനും ലോഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് മാത്രമല്ല, ഇതെല്ലാത്തിനും വേണ്ട അടിസ്ഥാനപരമായ അറിവ്, നോളജ്, സ്കില്ല്, ടെക്നോളജി, മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം, ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം, സയൻറ്റിഫിക് കേപ്പബിലിറ്റി, ഇതെല്ലാം ഉണ്ട്. ഇത്രയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞൊരു 60 വർഷം കൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കഴിവ് ഈസ് ഇറ്റ് ഓൺ പാർ വിത്ത് അതേഴ്സ് ഓർ സ്ലൈറ്റ്ലി ലോവർ ഓർ എബവ് അതേഴ്സ്? ഇതായിരിക്കാം ഒരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നത്. അപ്പോൾ ഇതിൽ കാണാവുന്ന
ഒന്ന് രണ്ട് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ റീസണബിളി ഓൺ പാടാണ്. ഐ കനോട്ട് സേ വി ആർ അഡ്വാൻസ്ഡ് ആൻഡ് അതേഴ്സ്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് എന്തൊക്കെയാണ് ചില ആളുകൾക്ക് ചില കൺട്രിക്ക് നമ്മളെക്കാളും മുകളിലുള്ളത്, അതിൻ്റെ അത്ര നമുക്ക് എത്താനായിട്ട് എപ്പോൾ പറ്റും? ഈ ഒരു ക്വസ്റ്റിനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോ ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം സ്കെയിലാണ്. നമ്മൾ എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്തുണ്ട്, എത്രമാത്രം റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ സ്കെയിൽ ഓഫ് ഓപ്പറേഷനിൽ നമ്മൾ വളരെ പുറകിലാണ്. ഇപ്പോൾ നമ്മളൊരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ അമേരിക്ക ഒരു വർഷം അവരുടെ മൊത്തം സ്പേസ് പ്രോഗ്രാമിന് $50 ബില്യൺ മുതൽ മുകളിലേക്ക് ചിലവാക്കുന്നുണ്ട്. അത്രേ നമുക്ക് അറിവുള്ളൂ. റഷ്യ ആകട്ടെ ഏകദേശം 20 ബില്യൻ്റെ അടുത്തുണ്ടാവും. ചൈനയും ഏകദേശം അത്രയൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യ ചിലവാക്കുന്നത് ഏകദേശം $1.8 ബില്യൺ അതാണ് എൻ്റെ ഒരു കമ്പാരിസൺ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്കെയിൽ ഇനിയും വർദ്ധിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കാരണം റോക്കറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, ഉപഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. രണ്ടാമത് എവിടെയാണ് ഇതെല്ലാം എണ്ണം കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് വേണം. ബിസിനസ്, യൂട്ടിലിറ്റി, മാർക്കറ്റ്, ഇതിനെയാണ് എണ്ണം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ മാർക്കറ്റ് ബിസിനസ് സൈഡ് നമ്മളിപ്പോഴും ക്യാച്ചപ്പ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് എണ്ണം കൂടാത്തത്. ടെക്നോളജി നോക്കുകയാണെങ്കിൽ നമ്മൾ ടെക്നോളജിയിൽ എൻ്റെ അഭിപ്രായത്തിൽ റീസണബിളി ഓൺ പാറാണ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മൂൺ ലാൻഡിങ്, ചന്ദ്രയാൻ ഉപയോഗിച്ച് നമ്മൾ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങി. അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഒരുപാട് രാഷ്ട്രങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത്ര എളുപ്പത്തിൽ സംഭവിക്കാത്തതാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ വേണ്ട എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. റോക്കറ്റ്, ഉപഗ്രഹ നിർമ്മാണത്തിലുള്ള കഴിവ്, സെൻസറുകൾ ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ്, സോഫ്റ്റ്വെയർ അൽഗോരിതങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്, ഇത്രയും ലോങ് മിഷനുകളെ പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ്. ഈ കഴിവുകളെല്ലാം ഉണ്ടതിൻ്റെ അർത്ഥം നമ്മൾ ടെക്നോളജിക്കലി റീസണബിളി അപ് ടു ദ പോയിൻ്റാണ്. ചില ഡെഫിഷ്യൻസീസുകൾ നമുക്കുണ്ട്. ആ ഡെഫിഷ്യൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്ട്രോണിക്സ് മേഖലയിൽ നമുക്ക് ഇല്ലാത്ത ഒരു കഴിവ്. നമ്മളിപ്പോഴും ഇലക്ട്രോണിക്സിൻ്റെ വലിയൊരു ഭാഗവും ഇമ്പോർട്ട് ചെയ്യുകയാണ്. പ്രോസസ്സറുകൾ, FPGAകൾ, സെൻസറുകൾ, ഡിറ്റക്ടറുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇന്നും വിദേശ കമ്പനികളിൽ നിർമ്മിച്ച് നമ്മൾ വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. ഇന്ത്യയിൽ നിർമ്മിക്കാനും ഉപയോഗിക്കാനും നമുക്ക് ഇപ്പോഴും ആയിട്ടില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിഷ്യൻസിയാണ്. രണ്ടാമത്തത്, ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടെക്നോളജിയുടെ അഡോപ്ഷൻ നമ്മുടെ നിത്യ ജീവിത മേഖലയിൽ, ഫോർ എക്സാമ്പിൾ ഡിഫൻസ്, സ്ട്രാറ്റജിക്, നാവിഗേഷൻ, ഡേ ടു ഡേ ലൈഫ്, കമ്മ്യൂണിക്കേഷൻ, ഈ മേഖലകളിലൊക്കെ നമ്മൾ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമ്മളെല്ലാം ഒരുപാട് മേഖലയിൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു കുറേയൊക്കെ സിംഹഭാഗവും നമ്മളിപ്പോൾ കുറേ യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ അധികം യൂട്ടിലിറ്റി എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷൻ, ഡയറക്റ്റ് മൊബൈലിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ജിയോ സ്റ്റേഷണറി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ നമുക്കുണ്ട്, ഇമേജ് ചെയ്യാൻ പറ്റുന്ന സാറ്റലൈറ്റുകളുണ്ട്, റഡാർ സാറ്റലൈറ്റുകളുണ്ട്. അപ്പോൾ ടെക്നോളജി ഓൾമോസ്റ്റ് ഓൺ പാർ, സ്കെയിൽ വെരി വെരി ലോ ഇൻ കേപ്പബിലിറ്റി, നോളേജ് സഫിഷ്യൻ്റ്ലി ഹൈ ഇനഫ് ടു സ്കെയിൽ ടു ദ നെക്സ്റ്റ് ലെവൽ. കേപ്പബിലിറ്റി വൈസ് പക്ഷേ നമ്മൾ ഇവരോടൊക്കെ ഓൺ പാറാണ് അല്ലേ? കേപ്പബിലിറ്റി വൈസ് ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഒരു റോക്കറ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ ലിക്വിഡ് എഞ്ചിനുകൾ, റോക്കറ്റിൻ്റെ നിർമ്മാണം, ഫ്യൂവലുകൾ, അതിൻ്റെ മിഷൻ, സോഫ്റ്റ്വെയർ, ഇതെല്ലാം എല്ലാ മേഖലയിലുള്ള അറിവ് നമുക്കുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കിനി വേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ, സ്കെയിൽ, ഈ രണ്ടും വരുമ്പോഴത്തേക്കും എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടോ എനിക്ക് തോന്നുന്നു അതെല്ലാം ഫില്ല് ചെയ്യാൻ പറ്റും. ISROയ്ക്ക് ആ ഒരു എഡ്ജ് ഉണ്ടാവാൻ കാര്യമുണ്ട്. കാരണം ഇപ്പോൾ വേറെ ഇത് നമ്മൾ HAL അങ്ങനത്തെ ഒക്കെ സ്പെസിഫിക് ആയിട്ട് പറയല്ല, പക്ഷെ ഡിഫൻസ് നോക്കുവാണെങ്കിലും ഇപ്പോഴും നമ്മൾ ഇമ്പോർട്ടഡ് അതിനെ ഭയങ്കരമായിട്ട് ആശ്രയിച്ചിരിക്കുന്നു. പക്ഷെ ആ സമയത്താണ് ISRO ഒരു യുണീക്കായിട്ടൊരു നമ്മളുടെ ഓൺ കേപ്പബിലിറ്റിയിൽ നിൽക്കുന്നത്. ആ ഒരു എഡ്ജ് ഉണ്ടാവാൻ ശരിക്കും എന്താണ് റീസൺ? രണ്ട് രീതിയിലാണ് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ISROയ്ക്ക് ഒരു യുണീക്ക് ഹിസ്റ്ററി ഉണ്ട്. അത് എങ്ങനെ വന്നു, എന്തിനു വേണ്ടി വന്നു, അതിൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു സ്വഭാവം, ഇതൊക്കെ അതിൻ്റെ ഒരു ഗ്രോത്തിനെ ഡിറ്റർമൈൻ ചെയ്ത കാര്യങ്ങളാണ്. സാരാഭായി മുതൽ ഉണ്ടായ ലീഡർഷിപ്പുകൾ പലപ്പോഴും ആ ലീഡർഷിപ്പിന് വളരെ ക്ലിയർ വിഷനുള്ള ലീഡർഷിപ്പാണ്. അതൊരു കണ്ടിന്യൂറ്റി ഉള്ളൊരു ലീഡർഷിപ്പാണ്. മാത്രമല്ല അതൊരു ഇൻസ്പിറേഷനുള്ള ലീഡർഷിപ്പാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സർക്കാർ സ്ഥാപനമാണ് ISRO. ഒരു സർക്കാർ സ്ഥാപനത്തെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈ ടെക്നോളജി ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവിടുത്തെ മോട്ടിവേഷൻ ലെവൽ, സാലറികൾ, ആളുകളെ റിട്ടൻഷൻ ചെയ്യാനുള്ള, ബ്രൈറ്റ് ടാലൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾ പുറകോട്ട് പോകാം. രണ്ടാമത്, ഇത് പല സൈക്കിളിൽ കൂടെ കടന്നുപോയതാണ്. ഫെയിലർ ഒരുപാടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ISROയിൽ ജോയിൻ ചെയ്തത്. പിന്നീട് വിജയങ്ങളുണ്ടായി.
പക്ഷേ ഇതിനൊപ്പം തന്നെ ISROയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് വിസിബിളാണ്. സക്സസ് ആളുകൾക്ക് കാണാൻ പറ്റും. ഒരു ഇൻസ്പിറേഷൻ്റെ എലിമെൻ്റ് ഉണ്ട്. പലപ്പോഴും മറ്റ് സ്ഥാപനങ്ങളില്ലാത്തൊരു കഴിവാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വിജയിക്കുന്നത് കാണാനുള്ള കഴിവ് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെയുള്ള എഞ്ചിനീയേഴ്സിനൊക്കെ ഓരോ ദിവസവും ജോലി ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം കോർ ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ നിർമ്മിക്കുന്ന സാധനങ്ങൾ പ്രവർത്തിക്കുകയും വിജയീകരിക്കുകയും കാണുമ്പോൾ ഉണ്ടാകുന്ന ഇൻസ്പിറേഷൻ വളരെ ഹൈ ആണ്. അപ്പോൾ നമ്മൾ എൻകാഷ് ചെയ്യുക എന്നുള്ള വാക്ക് ശരിയല്ലായിരിക്കാം. പക്ഷേ ഒരു മാനേജർ, ഒരു സീനിയർ ലെവൽ ആളെന്ന നിലയിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഇതാണ്. കാരണം നിങ്ങൾക്ക് ഇതുപോലെ ഹൈ ടെക്നോളജി മേഖലയിൽ പ്രവർത്തിച്ച് സ്വന്തം ഐഡിയകളെ നിങ്ങൾ മുമ്പിൽ പ്രവർത്തിക്കുന്ന രീതിയിലാക്കാൻ കഴിയുന്ന ഒരുപാട് സ്ഥാപനങ്ങളൊന്നും ഈ രാജ്യത്തില്ല. അപ്പോൾ ഒരു എഞ്ചിനീയറോ സയൻറ്റിസ്റ്റോ അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഐഡിയ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു വസ്തു കൊണ്ടും ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. അത് പക്ഷേ അത് ഇത്രയും വർഷങ്ങളായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ISROയിൽ ഇന്നും പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഭയങ്കര തയ്യാറായിട്ട് വരും. മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനാവില്ല. കാരണം ഞാൻ അവയിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ HALലും വർക്ക് ചെയ്തിട്ടില്ല, DRDOയിലും വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പില്ല. കാരണം അവയെല്ലാം അത്ര പെർഫോം ചെയ്യാത്ത സ്ഥാപനങ്ങളാണെന്ന് എനിക്ക് അഭിപ്രായവും ഇല്ല. കാരണം ഞാൻ കുറച്ചൊക്കെ അതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. HAL എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ISROയുടെ റോക്കറ്റുകളുടെ ഉപഗ്രഹങ്ങളുടെ പ്രധാന നിർമ്മാണം നടക്കുന്ന HALലാണ്. താങ്കൾക്കറിയില്ലായിരിക്കും, ഞങ്ങൾ HAL എയറോസ്പേസ് ഡിവിഷൻ എന്നൊരു സ്ഥാപനം ബാംഗ്ലൂർ സ്ഥാപിച്ച് അവരാണ് ഞങ്ങൾ മുഴുവൻ നിർമ്മിച്ചു തരുന്നത്. അതിൻ്റെ ടെക്നോളജി ഓഫ് മാനുഫാക്ചറിങ് അവരുടെ കയ്യിലാണ്. അതുപോലെ തന്നെ DRDO, നിങ്ങൾക്കറിയാം DRDO ഒരു വലിയ സ്ഥാപനമാണ്, ISRO പോലെ തന്നെ വലിയ സ്ഥാപനം. പക്ഷേ അവർ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ISRO പ്രവർത്തിക്കുന്ന മേഖല വളരെ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ റോക്കറ്റ് നിർമ്മാണം, ഉപഗ്രഹ നിർമ്മാണം, ആപ്ലിക്കേഷൻ, ഇതിനപ്പുറത്തേക്ക് ഒരിക്കലും പോവില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുക. പക്ഷേ ഡിഫൻസ് വർക്ക് ചെയ്യുന്നത് മിസൈലുകൾ മുതൽ ഭക്ഷണം വരെ ഉള്ളൊരു വലിയ ശ്രേണിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗ്ലോബൽ കമ്പാരിസൺ ഉള്ളൊരു സാധനമാണ്. ഇപ്പോൾ അവർ വാങ്ങിക്കുന്ന മിസൈലുകളും പുറത്തുനിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മിസൈലുകളും പുറത്തുനിന്ന് കിട്ടുന്ന മ്യൂണിഷനുകളും എപ്പോഴും കമ്പയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഫോഴ്സ് ആ കമ്പാരിസൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്. സ്പേസിൽ ആ കമ്പാരിസൺ ഇല്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സാധനവും വാങ്ങിക്കാൻ കിട്ടില്ല. റോക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടില്ല, ഉപഗ്രഹങ്ങളും വാങ്ങിക്കാൻ കിട്ടില്ല. കിട്ടിയാൽ തന്നെ ബ്ലാക്ക് ബോക്സ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സ്വന്തം ഡെവലപ്പ് ചെയ്തേ പറ്റൂ. വേറൊരു വഴിയും ഇല്ലാത്തൊരു മേഖലയിലാണ് ISRO വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഡിഫൻസ് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾക്ക് ഒരു ആയുധങ്ങളും നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ലെങ്കിലും ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ സ്പേസ് ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ദ റീസൺ എന്തുകൊണ്ട് ISRO ഇൻസ്പയറബിൾ ആൻഡ് സക്സസ്ഫുൾ ആയതിൻ്റെ റീസൺ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ്. Sorry, ഇപ്പോൾ റീസെൻറ്റ് ഇന്തോ-പാക് കോൺഫ്ലിക്റ്റ് ഉണ്ടായല്ലോ, അതിൽ ISROൻ്റെ റോൾ, നാവിക് ഓഫ് കോഴ്സ് വാസ് വൺ ഓഫ് ഇറ്റ്. വാട്ട് എൽസ്, വാട്ട്സ് ദ റോൾ ഓഫ് the space? I mean, space and defense are like two sides of the same coin. അതെ. So what was the role that ISRO played? അപ്പോൾ അതിനേക്കാൾ മുമ്പ് ഞാൻ സംസാരിക്കേണ്ടത് ഇപ്പോൾ ലോകത്തൊക്കെ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ കോൺഫ്ലിക്റ്റുകൾ വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് എന്താ വേണ്ടത്? ഒന്ന്, ഇൻഫർമേഷൻ വേണം. രണ്ട്, അതിനുവേണ്ടി കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്. കമ്മ്യൂണിക്കേഷൻ പണ്ട് ടെലിഫോണ്, ടെലക്സ്, ഫാക്സ്, ഇൻ്റർനെറ്റ്, ഇപ്പോൾ ഉപഗ്രഹങ്ങൾ വന്നു. ഉപഗ്രഹങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ്റെ വലിയൊരു മേഖലയായിട്ട് മാറി. അത് കഴിഞ്ഞ കുറച്ച് വർഷം ശ്രദ്ധിച്ചാൽ അത് വളരെ പവർഫുൾ മീഡിയമായി. കാരണം ഉപഗ്രഹങ്ങളിലൂടെ ഇൻ്റർനെറ്റ് എന്നുള്ള സാധ്യത വളരെ പെട്ടെന്ന് വർദ്ധിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ, പണ്ടില്ലായിരുന്നു. ഇൻ്റർനെറ്റ് ഉപഗ്രഹങ്ങൾ വഴി വരില്ല, കേബിളിൽ കൂടെ വരും. രണ്ടാമത്തത് ഇമേജ് കിട്ടുക എന്നുള്ളതും ഉണ്ടായിരുന്നു പണ്ട്. ഉപഗ്രഹങ്ങൾ ഇമേജ് എടുക്കുമായിരുന്നു. പക്ഷേ ആ ഇമേജ് ഫോട്ടോ എടുത്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞ് പോകും പണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇമേജ് വരുന്നതിൻ്റെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടെയുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും അതിലുള്ള AI മുതലായ ടൂളുകൾ ഉപയോഗിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യും. റിയൽ ടൈം അസസ്മെൻറ്റ്, നിങ്ങൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നടക്കുന്ന ഡാമേജുകളെ കുറിച്ചുള്ള പൂർണ്ണമായ അസസ്മെൻറ്റുകൾ അപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ കിട്ടുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ പവർ, എഡ്ജ് കമ്പ്യൂട്ടിങ് മുതലായ വസ്തുക്കളുമൊക്കെ മുകളിൽ എത്തിയപ്പോൾ ഇത് ഒരു ടൂളായി മാറി. കാരണം വാർഫെയറിൽ വലിയൊരു ടൂളായി മാറി. കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങൾക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമാണ് ഉപഗ്രഹങ്ങളുടെ വ്യാപകമായ ഉപയോഗം. അത് ഇപ്പോൾ ഏറ്റവും വ്യക്തമായിട്ട് കാണിക്കപ്പെട്ടിട്ടുള്ളത് ഈവൻ കുവൈത്ത് വാറിൽ പോലും അത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഉക്രൈൻ വാറിൽ വന്നപ്പോൾ അതിൻ്റെ ഉപയോഗം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പല സ്ഥലത്തും ഇപ്പോൾ സ്ട്രാറ്റജിക്കായിട്ട് വളരെ സ്ഥലത്തും ഉപഗ്രഹങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. ടൈമിംഗ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ നാവിക്, പൊസിഷൻ നാവിഗേഷൻ, ടൈമിംഗ്, വെപ്പൺസും എക്യുപ്മെൻറ്റ്സും ആളുകളും എല്ലാം അതിലുമായിട്ട് ലിങ്ക്ഡ് ആണ്. IoT ടെക്നോളജി, കാരണം എല്ലാ ഇൻസ്ട്രുമെൻസും ഡിവൈസുകളും കണക്റ്റഡായി. അതുപോലെ ക്യാമറകൾ, പേഴ്സണൽ ക്യാമറകൾ,
മൊബൈൽ ക്യാമറകൾ, ഫിക്സ്ഡ് ക്യാമറകൾ, ഇതെല്ലാം ഈ ഉപഗ്രഹങ്ങൾക്കൊപ്പം ഇൻഫ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം പല ഇൻഫോർമേഷനാണ് ഒരു സമയത്ത് വരുന്നത്. അതുപോലെ തിയേറ്റർ കൺസെപ്റ്റുകൾ വന്നു. ഇപ്പോൾ ഒരു വാർ നടക്കുന്നത് ഇപ്പോൾ റൂമിലാണ്, ഒരു കൺസോളിനകത്താണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങും ഡിസെമിനേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിജിറ്റൽ കണക്ടിവിറ്റി പ്രധാനമാകും. അതിലൊരു എലിമെൻ്റാണ് സാറ്റലൈറ്റുകൾ. അപ്പോൾ അതൊരു എലിമെൻറ്റ് മാത്രമാണ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ എല്ലാ കോൺഫ്ലിക്റ്റുകളിൽ നിന്നൊക്കെ അറിയാം നമുക്ക് എന്തൊക്കെ അസറ്റ് ഉണ്ടോ രാജ്യത്തിന്, ഉപഗ്രഹങ്ങൾ നിലയിൽ ഏതൊക്കെ അസറ്റ് ഉണ്ടോ അതെല്ലാം അതിൻ്റെ ഭാഗമായി മാറും. ഒരു വാർ വരുമ്പോൾ എല്ലാം ഡിഫൻസ് സ്ട്രാറ്റജിക് ഐറ്റം അല്ലേ. നമ്മുടെ റെയിൽവേ സ്ട്രാറ്റജിക് ആവും, ഷിപ്പ് സ്ട്രാറ്റജിക് ആവും, നമ്മുടെ പവർ സ്ട്രാറ്റജിക് ആവും, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ സ്ട്രാറ്റജിക് ആവും, കമ്പ്യൂട്ടർ സ്ട്രാറ്റജിക് ആവും, ഹോസ്പിറ്റൽസ് സ്ട്രാറ്റജിക് ആവും. അതുപോലെ തന്നെ സ്പേസും സ്ട്രാറ്റജിക് അസറ്റ് ആവും. സ്പേസിനെ കുറിച്ചൊരു ബിഗർ റോൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സ്പേസിൻ്റെ റോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മൂന്ന് പ്രധാന കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ ബാക്കപ്പ്, 2 ഇമേജിംഗ് കേപ്പബിലിറ്റി, 3 പൊസിഷൻ നാവിഗേഷൻ ടൈമിംഗ്. ഈ 3 കാര്യങ്ങളാണ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വെപ്പൺ സിസ്റ്റമായിട്ടും പേഴ്സണലുമായിട്ടും ഇൻറ്റഗ്രേറ്റഡ് ആയി. ഈ 3 എല്ലാവരും അവരുടെ സ്വന്തം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഹാൻഡിൽ ചെയ്യുന്നു. അവരുടെ കയ്യിലുള്ള ഡിവൈസുകളിൽ ഇപ്പോൾ ഇമേജുകൾ കാണാം. മുമ്പിൽ ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത് അയാൾക്ക് ഇവിടെ കണ്ടോണ്ടിരിക്കാം. അയാൾക്ക് അത് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചോദിക്കാനുള്ള കാരണം ബിക്കോസ് ഈ കോൺഫ്ലിക്ട് നടന്ന സമയത്ത് there was like mock drills ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് there was this rumor going on, ഇവിടെ ഇസ്രോന്റെ സെന്റർ ഉണ്ട്, നമ്മളെ അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സംസാരം പൊതുവെ കുട്ടികളുടെ ഇടയിൽ എസ്പെഷ്യലി. അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം ആളുകൾ പലതൊക്കെ സംസാരിക്കുമല്ലോ. അപ്പോൾ എല്ലാം ഒന്നും ശരിയായിരിക്കണമെന്നില്ല. എന്നാലും നമ്മൾ കാണാവുന്നതിൻ്റെ അപ്പുറം പല കാര്യങ്ങളും ഉണ്ട് എന്ന് കൂടെ മനസ്സിലാക്കാനേ പറ്റും. അപ്പം നാസ ആയിട്ട് അങ്ങനെ ഒരു ടൈപ്പ് വല്ലതും സയൻറ്റിഫിക് ഡാറ്റയിൽ എല്ലാവരുമായിട്ടുണ്ട്. ഓപ്പൺ ഡാറ്റ പോളിസിയാണ്. നമുക്കൊരു സയൻസ് ഡാറ്റാ സെൻ്റർ ഉണ്ട്, ISSBC എന്ന് പറയും. അത് ഇസ്ട്രാക്കിലുള്ളതാണ്. എല്ലാ സയൻറ്റിഫിക് മിഷൻ്റെയും ഡാറ്റ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. ഒരു ഗ്ലോബൽ ഫോർമാറ്റിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഏതൊരു സയൻറ്റിസ്റ്റിനും ഈ ഡാറ്റ എടുക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അയാളുടെ വേറെ വിത്താലും ഡെഫിനിഷൻ എല്ലാം പറഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഡാറ്റ എടുക്കുകയും അത് ഉപയോഗിച്ച് അയാൾക്ക് പബ്ലിഷ് ചെയ്യുകയും റിസൾട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. നമുക്കൊന്നും എടുക്കാം, അവരുടെ ഡാറ്റയിൽ നിന്നും എടുക്കാൻ പറ്റും. ഇങ്ങനൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാ സയൻറ്റിഫിക് ഡാറ്റയ്ക്കുണ്ട്. പക്ഷേ സ്ട്രാറ്റജിക് ഡാറ്റയ്ക്ക് ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രത്തിൽ നിന്ന് നമ്മുടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയൊന്നും ആർക്കും കൊടുക്കില്ല. ഒരു കോമൺ പൂൾ ഉണ്ടെന്ന് അർത്ഥം. കോമൺ പൂൾ എല്ലാ ഡാറ്റയ്ക്കും ഇല്ല. ഷെയറബിൾ ആയിട്ടൊന്നും നമ്മൾ കരുതുന്ന ഡാറ്റയ്ക്ക് പൂൾ ഉണ്ടാക്കും. മിസ്യൂസ് ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. അക്കാഡമിക് ഡാറ്റ, സയന്റിഫിക് ഡാറ്റ മുതലായവയ്ക്ക്. നേരത്തെ പറഞ്ഞാലല്ലോ, അതായത് സ്പേസ് കേപ്പബിലിറ്റി വളരെ യുണീക്ക് ആണ്. നമുക്ക് നിർത്തിയില്ല, നമുക്കത് ചെയ്തേ പറ്റുമോ. അങ്ങനെയുള്ളപ്പോൾ മറ്റു രാജ്യങ്ങൾ നമ്മളുടെ രാജ്യം കയറാതിരിക്കാൻ വേണ്ടി പുറകോട്ട് നോക്കാനുള്ള ശ്രമങ്ങൾ ധാരാളം ഉണ്ടാവാറില്ലേ? അതിനെ എങ്ങനെയാണ് നമ്മളെ മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കാനും നമ്മൾ മുന്നോട്ട് വരാതിരിക്കാനും തടസ്സങ്ങളുണ്ടാക്കാൻ. അങ്ങനെ ആരെങ്കിലും തുടത്തി കഴിഞ്ഞാൽ അത് അവരുടെ കാര്യമല്ലേ. നമുക്ക് നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ട്. ആരെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് അവരുടെ പ്രശ്നം. അപ്പോൾ എന്തൊക്കെ തടസ്സം ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ട് ഡിസ്കസ് ചെയ്ത് അതിന് ആക്ഷൻ എടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ താങ്കൾ പറയുകയാണെങ്കിൽ നമ്മളൊരു രാഷ്ട്രത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെറിയൊരു പ്രൊഡക്റ്റിന് വേണ്ടി. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആ പ്രൊഡക്റ്റ് ഇവിടെ വന്നില്ലെങ്കിൽ നമ്മുടെ റോക്കറ്റുകളോ ഉപഗ്രഹങ്ങളോ ഉണ്ടാക്കപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങണം, വേണ്ടേ? അതിനെയാണ് നമ്മൾ ഇൻഡിജനൈസേഷൻ, ആത്മനിർഭരത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊന്നും ഇനി ഒന്നും വാങ്ങിക്കില്ലെന്നും എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്ന് ഉപയോഗിക്കുന്നത് നല്ല അർത്ഥം. ആരെങ്കിലും ഒരാൾ വിചാരിച്ച് നമ്മളെ ചോക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്ന ഒരു വസ്തു ചോക്ക് ചെയ്യപ്പെടാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എടുക്കുക. ഇതാണ് ആത്മനിർഭരത കൊണ്ട് എസെൻഷ്യലി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് മേഖലകളുണ്ട്. അതിൽ മെറ്റീരിയലുകളുണ്ട്. കാരണം റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും നിർമ്മിക്കാൻ ഒരുപാട് കോംപ്ലക്സ് മെറ്റീരിയലുകൾ ആവശ്യമുണ്ട്. സ്റ്റീലുകൾ, അലൂമിനിയം, ടൈറ്റാനിയം, സിറാമിക്കുകൾ, ഇലക്ട്രോണിക് മെറ്റീരിയലുകൾ, ഒരു വലിയ സ്പെക്ട്രമാണ്. അതെല്ലാം കഴിഞ്ഞ ഒരു 50 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ ഇൻഡസ്ട്രികളിൽ പല സ്ഥലത്ത് പല സ്കെയിലുണ്ടാക്കാൻ നമ്മളിന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്നാണ് ഈ പലതും ഇതൊക്കെ വരുന്നത്. അതുപോലെ എന്നാലും എല്ലാത്തിലും നേടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ കാർബൺ ഫൈബർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഹൈ ക്വാളിറ്റി, ഹൈ സ്ട്രെങ്ത് ഇപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഗവൺമെൻറ് ഇപ്പോൾ ഒരു മിഷൻ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഉണ്ടാക്കണമെങ്കിൽ വലിയ പണച്ചെലവുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ്. നമ്മുടെ കൺസംഷൻ വളരെ കുറവാണ്. അത് ഗ്ലോബലി മാർക്കറ്റ് ചെയ്താലേ അത് ലാഭം ഉണ്ടാവുള്ളൂ. അതുപോലെ വേറൊരു മേഖലയാണ് അലൂമിനിയം. നമ്മൾ ഈ ലോകത്തിലെ വലിയ പ്രൊഡ്യൂസറാണ്.
എങ്കിലും റോക്കറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന അലൂമിനിയം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല. വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിനും മടിയുള്ളതുകൊണ്ട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അല്ലാതെ നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, സ്കെയിൽ ഓഫ് ഓപ്പറേഷനും പ്രോഫിറ്റബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പലരും ഇൻവെസ്റ്റ് ചെയ്യാത്ത മേഖലകളുണ്ട്. അവിടെയൊക്കെ ഗവൺമെൻറ് മുന്നോട്ട് വന്ന് ഇൻസെൻറ്റിവൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് അങ്ങനെ ഒരു മേഖലയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് 1,00,000 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്യും. അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എവിടെയൊക്കെ ആരെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ അതിനെ ഒന്നില്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡിസൈനോ ആൾട്ടർനേറ്റ് റൂട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകും. അലൈഡ് സെക്ടേഴ്സിൽ മാത്രം നിൽക്കാണ്ട് are they trying to also give space for a private space player like SpaceX പോലെ ഒരു ഇസ്രോന് പാരലൽ ആയിട്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ പ്രൈവറ്റ് സ്പേസ്? ഇവിടെയാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇസ്രോയുടെ പാരലൽ എന്ന് പറയാൻ കാര്യം ഇസ്രോ ഒരു കോമ്പറ്റീറ്ററായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ചോദിച്ചിട്ടില്ല, SpaceX നാസയ്ക്ക് പാരലലാണോ അതോ അവർ കോംപ്ലിമെൻ്ററി ആണോ? ആണ്. അവർ കോംപ്ലിമെൻ്ററി ആണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെയുള്ള സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്കും വേണം, നമുക്കും SpaceX പോലെയുള്ള കമ്പനികളിലൂടെ ഉണ്ടായേ പറ്റൂ. അത് ഒരു കോംപ്ലിമെൻ്ററി റോളിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓഫ് പോളിസിയാണ് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ISRO 2 കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, നോളജ് ഡെവലപ്പ് ചെയ്യുക, R&D നടത്തുക, ടെക്നോളജി ഉണ്ടാക്കുക. 2, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് റോക്കറ്റുകൾ ഉപകരണങ്ങൾ നിർമ്മിച്ച് ലോഞ്ച് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുക. ഇത് 2 മേഖലയാണ്. ഒന്ന് R&Dയുടെയും നോളജിൻ്റെ മേഖലയും, 2 ഓപ്പറേഷണൽ മേഖലയും. ഈ ഓപ്പറേഷണൽ പാർട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്ല, പക്ഷേ R&D still will be with R&D will be with ISRO. അപ്പോൾ അത് ഗവൺമെൻറ് ഫണ്ടഡ് ആയിരിക്കും R&D. അപ്പോൾ അതിനുവേണ്ടി ലബോറട്ടറികൾ ഉണ്ടാകണം, റിസർച്ചുകൾ ഉണ്ടാകണം, സയൻറ്റിസ്റ്റ് ഉണ്ടാകണം, ഗ്രോത്ത് ഉണ്ടാകും അതിനകത്ത്. പക്ഷേ റോക്കറ്റ് നിർമ്മിക്കുക എന്നുള്ളൊരു റൊട്ടീൻ കാര്യമാണ്. ഇപ്പോൾ ഒരിക്കൽ ഡിസൈൻ ചെയ്ത റോക്കറ്റ് ഒരു 50 ഉണ്ടാക്കുക, 100 ഉണ്ടാക്കുക, വിക്ഷേപിക്കുക, അതൊരു റൊട്ടീൻ കാര്യമാണ്. പക്ഷേ അതിനകത്ത് നോളജ് എലിമെൻ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഇതിൻ്റെ അത്ര ഇൻറ്റൻസ് അല്ല. ഒരു ഡെവലപ്മെൻറ്റ് 15 കൊല്ലം നമ്മൾ ഡെവലപ്മെൻറ്റ് ഇൻറ്റൻസിറ്റി ഒരു ഓപ്പറേഷണൽ ഇൻറ്റൻസിറ്റിയിൽ ആവശ്യമില്ല, നോളജ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഒരു പ്രൈവറ്റ് എക്കോസിസ്റ്റത്തെ ഈ ഓപ്പറേഷണൽ പാർട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവരുടെ നോളജും ഡെവലപ്പ് ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് മോഡിഫിക്കേഷൻ വരുത്താനും ഇമ്പ്രൂവ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുണ്ടാകും. ഇന്നത്തെ കുഴപ്പമെന്ന് വെച്ചാൽ പ്രൈവറ്റിൽ നോളജ് ലെവൽ ലോയാണ്. അപ്പോൾ ഈ ലോ നോളജ് ലെവൽ വെച്ചിട്ട് അവർക്കൊരു പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിൽ ഈ നോളജ് ലെവൽ കൂട്ടുക, സോ ദാറ്റ് ദേ ക്യാൻ ഡു ദംസെൽസ്. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുക. തിരിച്ചുണ്ടാവില്ലേ ബെസ്റ്റ് ബ്രെയിൻസിനെ ഇങ്ങോട്ട് അബ്സോർവ് ചെയ്യാനുള്ള പദ്ധതി ഉണ്ടാവില്ലേ? എവിടെ നിന്നുള്ള ബെസ്റ്റ് ബ്രെയിൻസ്? ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ വരുന്നതല്ലേ, ഇപ്പോൾ നിങ്ങൾ തന്നെ 2 വർഷം വർക്ക് ചെയ്യുന്നതല്ലേ? അങ്ങനെ ഇപ്പം നമുക്ക് ബെസ്റ്റ് ബ്രെയിനുകളുടെ ഒരു കുറവൊന്നും നമുക്കിപ്പോൾ ഇല്ല തൽക്കാലം. എൻ്റെ ഹൈ പോയിന്റ് ചോദിച്ചാൽ ഞാൻ PSLV എന്ന റോക്കറ്റ് നിർമ്മാണ സമയത്താണ് ISRO ജോയിൻ ചെയ്തത്. പക്ഷേ അത് തീർന്നപ്പോഴത്തേക്കും 1995 അതിനുശേഷം പിന്നെയും കുറേ കാലം വർഷം 2002 ആയപ്പോഴാണ് പുതിയ റോക്കറ്റ് GSLV Mark 3 എന്ന റോക്കറ്റ് നിർമ്മിക്കാനായിട്ടുള്ള ടീം ഫോം ചെയ്തത്. അപ്പോൾ അതിനകത്തുള്ള ടീമിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുക, അതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക 2002. പക്ഷേ 2014 ആയപ്പോൾ റോക്കറ്റ് വിക്ഷേപിച്ച് അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു ഞാൻ. ഓക്കെ, വിജയകരമായിട്ട് അതിൻ്റെ ഫസ്റ്റ് ലോഞ്ച് നടത്തിയ പ്രോജക്റ്റ് ഡയറക്ടറാണ്. അപ്പോൾ 2002 മുതൽ 2014 വരെ ഒരു കാലഘട്ടത്തിൽ ഈ ഡിസൈനിനകത്തൂടെ കടന്നുപോയി റോക്കറ്റിനെ നിർമ്മിച്ച് വിജയകരമായിട്ട് വിക്ഷേപിച്ച് ആ റോക്കറ്റാണ് ഇന്ന് ചന്ദ്രയാൻ 3ഉം 2ഉം ഒക്കെ വിക്ഷേപിച്ച റോക്കറ്റ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ മനുഷ്യനെ വിക്ഷേപിക്കാൻ പോണ റോക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഡിസൈനും നിർമ്മാണമാണ് എൻ്റെ ലൈഫിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. ഒരു ഫുൾ ഒരു 2002 മുതൽ 2014 വരെയുള്ള കാലഘട്ടം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട് അതാണ്. റോക്കറ്റിൻ്റെ എൻഡ് ടു എൻഡ് അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുന്നത് മുതൽ അതിൻ്റെ വിക്ഷേപിച്ച് വിജയിപ്പിക്കുന്നവരെയുള്ള സകല കാര്യങ്ങളിലും ഉള്ള ഒരു എക്സ്പോഷർ, പാർട്ടിസിപ്പേഷൻ. ഞാൻ മാത്രമല്ല ചെയ്തത്, ഒരുപാട് ആളുകൾ അതിനകത്ത് വന്നു പോയി. എൻ്റെ ബോസായിരുന്നു എൻ്റെ ആദ്യ പ്രോജക്റ്റ് ഡയറക്ടർ രാമകൃഷ്ണൻ. അതിനുശേഷം പല ആളുകളും വന്നു. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം പഠിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്, ലൈഫിലെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നതാണ്. അത് ചെയർമാനായ ശേഷം ഉണ്ടായ ഹൈ പോയിന്റുകളല്ലേ. ഒരു മിഷൻ ഡേയിൽ ചെയർമാൻ എന്നിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. നമ്മൾ രാവിലെ പോയി കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹാപ്പി ആയിട്ട് പോയി ലോഞ്ച് ചെയ്യും. അല്ല, ദിവസങ്ങളോളം ഉറങ്ങാണ്ടിരുന്ന്
എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ആരും ഉറങ്ങാതിരുന്നൊന്നും വർക്ക് ചെയ്യാറില്ല. ഞാൻ ഒരിക്കലും ആളുകളോട് ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്യാറ്. പക്ഷേ നമ്മൾ 24 hours നമ്മൾ വർക്ക് ചെയ്യുന്നത്. ലോഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 24/7 പ്രോസസ്സ് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. ചിലപ്പോൾ ലാസ്റ്റ് ഫേസിലൊക്കെ നമ്മൾ ആരും, കാരണം അതങ്ങനെയാണ് നടക്കുന്നത്. അതിൻ്റെ അർത്ഥം ആരും ഉറങ്ങാതിരിക്കുന്നൊന്നുമല്ല. നമ്മളെല്ലാം സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഷിഫ്റ്റുകളും ഷെഡ്യൂളൊക്കെ ഉണ്ട്. ആളുകൾ ഇന്ന സമയത്ത് വരണമെന്നും, ഇപ്പോൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയാണ് ഈ ടീം വർക്ക് ചെയ്യുന്നത്, ഇത്ര മണി മുതൽ ഇത്ര, അതിന് നമ്മൾ കൗണ്ട് ഡൗൺ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ അവർ അവരുടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഡ്രസ്സപ്പ് ചെയ്ത് വരും. രാത്രി 1 മണിയായിരിക്കും, 2 മണിയായിരിക്കും, 3 മണിയായിരിക്കും, വെളുപ്പിനായിരിക്കും. ദേ ആർ ഫിക്സ്ഡ് ടൈമുണ്ട്. അപ്പോൾ വന്ന് ആ പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്തിട്ട് അവർ തിരിച്ചു പോയി കിടക്കും. അടുത്ത ബാച്ച് വന്ന് അടുത്ത കാര്യങ്ങൾ ചെയ്തു പോകും. അങ്ങനെ നമ്മളൊരു വളരെ ടൈം ലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാളൊന്നും സംസാരിക്കൊന്നും വേണ്ട, എല്ലാവർക്കും അറിയാം എന്താ ചെയ്യണമെന്ന്. ആ പ്രോട്ടോകോളൊക്കെ ഉണ്ട്. ആ പ്രോട്ടോകോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പെർഫെക്റ്റ് ചെയ്തൊരു പ്രോട്ടോകോളുണ്ട്. അത് ഒരു സീക്വൻസ് ഓഫ് വർക്കാണ്. ഒരു 3 മാസത്തേക്കുള്ള ഒരു സീക്വൻസ് ഓഫ് വർക്കാണ്. ആ സീക്വൻസ് ഓഫ് വർക്ക് നമ്മൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ട്. പ്രോജക്റ്റ് ഡയറക്ടർ എന്നൊരാളുണ്ട്, അതിനുശേഷം മിഷൻ ഡയറക്ടറുണ്ട്, വെഹിക്കിൾ ഡയറക്ടറുണ്ട്, ലോഞ്ച് ഓപ്പറേഷൻസ് ഡയറക്ടറുണ്ട്. ഇവരെല്ലാം അവർക്ക് വേണ്ട റോളുകൾ ഓരോ ടീമിനും ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അക്രോസ് ദ കൺട്രിയാണ് ഇവരെല്ലാം വരുന്നത്. അതായത് നമ്മളൊരു ഓഫീസിലിരുന്നല്ല വർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാം അടുത്ത് ട്രാവൽ ചെയ്ത് അവിടെ എത്തണം, ഇന്ന ദിവസം ഇന്ന മണിക്കൂറിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എത്തിയിരിക്കണം അവിടെ. അപ്പോൾ അവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പല സ്ഥലത്തുനിന്നും ആളുകൾ വരിക. ലോജിസ്റ്റിക്സ് ഉണ്ട്, വണ്ടികൾ സാധനങ്ങൾ കൊണ്ടുവരണം, ഫുഡ് മുതൽ ടെക്നോളജി വരെ എല്ലാം ആ സമയത്ത് അവിടെ എത്തണം. അതൊരു പ്രോസസ്സാണ്. നമ്മളത് കുറേ വർഷങ്ങളായിട്ട് പെർഫെക്റ്റ് ചെയ്തൊരു പ്രോസസ്സാണ്. ലോഞ്ച് നടക്കുമ്പോൾ ആ പ്രോസസ്സ് റൺ ചെയ്തോളും. ആർക്കും ടെൻഷനും ബഹളങ്ങളൊന്നുമില്ല അവിടെ. അതെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന പോലെയാണ് എല്ലാവരും ISRO ചെയർമാനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ആ പൊസിഷൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ISRO ചെയർമാൻ മാത്രമൊന്നുമല്ല അവിടെ എല്ലാം ജോലി ചെയ്യുന്നത്. ISRO ചെയർമാൻ ചെയ്യേണ്ട ജോലികളൊക്കെ ഡിഫൈൻ ചെയ്ത ശേഷം സമാധാനമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ സമയത്തൊന്ന് മനസ്സിലാക്കുക. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കാണുന്ന പോലുമില്ല. അതിൻ്റെ പുറകിൽ ആയിരക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് പാഡിൽ ആ റോക്കറ്റിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നവരുണ്ട്, അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് കണക്ടിവിറ്റി ചെയ്യുന്നവരുണ്ട്, ലോഞ്ച് പാഡ് മൂവ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, വെതറിന് വേണ്ടി ബലൂണുകൾ ലോഞ്ച് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യുന്നവരുണ്ട്, ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നൊരു വലിയ ടീം അവിടെ ട്രക്കുകളും കപ്പിളറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരെയൊന്നും കാണിക്കുന്നില്ല. ഈ പ്രൊജക്ട് ഡയറക്ടർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ മിഷൻ പരാജയപ്പെടുമ്പോൾ ഒരിക്കൽ പരാജയപ്പെട്ടപ്പോൾ ISRO ചീഫ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ അടുത്ത് നിന്ന് കരയുന്ന ഒരു രംഗം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു പരാജയ ഭീതി എപ്പോഴും ഈ ഏതൊരു മിഷനും കൂടെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഏതൊരു മിഷനും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻറ്റിറ്റിയാണ്. അതായത് വിജയിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, പരാജയപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താ? വിജയിക്കാനുള്ള പോസിബിലിറ്റിയെ മാക്സിമൈസ് ചെയ്യുക, പരാജയപ്പെടാനുള്ള പോസിബിലിറ്റി മിനിമൈസ് ചെയ്യുക. ഇതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 0 അല്ല പരാജയപ്പെടാനുള്ള പോസിബിലിറ്റി. പരാജയപ്പെടാനുള്ള പോസിബിലിറ്റി എപ്പോഴും ചെറിയൊരു ശതമാനം ഉണ്ട്. എന്തുകൊണ്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള കുഴപ്പം ഒരുപാട് പാരാമീറ്ററുകൾ വർക്ക് ചെയ്യണം കറക്റ്റായിട്ട്. റോക്കറ്റ് വിഷയം ഇവിടെ അങ്ങനെയാണ്. കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അതിനകത്ത്. ഒരു ഏകദേശം 15 മിനിറ്റ് കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് 600 കിലോമീറ്റർ ഉയരത്തിലെത്തി ഉപഗ്രഹത്തെ വിക്ഷേപിച്ചിട്ട് എത്രയോ ഇവൻറ്റുകളാണ് അതിനുള്ളിൽ നടക്കുന്നത്. കമ്പ്യൂട്ടറുകൾ, സോഫ്റ്റ്വെയറുകൾ, ഇലക്ട്രിക്കൽ കണക്ടറുകൾ, ആക്ച്വേറ്ററുകൾ, മോട്ടറുകൾ, എത്രയോ സാധനങ്ങൾ ആ പ്രോഗ്രാം അനുസരിച്ച് തന്നെ വർക്ക് ചെയ്യണം. അതിലുപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഡിഫക്റ്റുകൾ മുതൽ എല്ലാം അതിനകത്ത് മാറ്റർ ചെയ്യും. അപ്പോൾ ഇത്ര പെർഫെക്റ്റായിട്ടൊരു സാധനം വർക്ക് ചെയ്യുമ്പോൾ ഇംപെർഫെക്ഷൻ അതിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇംപെർഫെക്ഷനെ മാറ്റാനായിട്ട് ചെയ്യുന്ന ഒരു വഴി പ്രോസസ് അഡ്ഹറൻസ് എന്ന് പറയും. ചെയ്യുന്നതിന് ഇന്ന രീതിയിൽ അത് ചെയ്യാവൂ, അതിനപ്പുറം ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ വാച്ച് ഡോഗുകളുണ്ട്, ക്വാളിറ്റികളുണ്ട്, പ്രോസസ്സ് ഉണ്ട്, റിവ്യൂ പ്രോസസ്സുകളുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കണം. എന്നാലും ഒരു സംശയം അതിനുള്ളിൽ കടക്കാം. അങ്ങനെയാണല്ലോ ഫെയിലറുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു കുഴപ്പം, ഫെയിലറുകളെ മാറ്റാനായിട്ട് ചെറിയ കറക്ഷനുകൾ നമുക്ക് നടത്താം. അതിനെയാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് ഫെയിൽ ആകുമ്പോൾ മറ്റൊരു എക്യുപ്മെൻറ്റ് ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ റിഡൻഡൻ്റ് എന്ന് പറയും. അങ്ങനെ ചില റിഡൻഡൻസികൾ നമുക്ക് ഇതിനകത്തുണ്ട്. പക്ഷേ എല്ലാത്തിനും റിഡൻഡൻസികൾ കൊടുക്കാനാവില്ല. സോഫ്റ്റ്വെയറിന് റിഡൻഡൻസികളുണ്ട്. ഒരു അൽഗോരിതം തെറ്റിപ്പോയാൽ മറ്റൊരു അൽഗോരിതം പ്രവർത്തിക്കാനുള്ള വഴികളുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നമുക്ക് ചെയ്യാവുന്ന മാക്സിമം പോസിബിലിറ്റീസ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും കറക്റ്റ് ചെയ്യാൻ മനുഷ്യനാവില്ല. അതുകൊണ്ട് തന്നെ ഫെയിലർ ഒരു പോസിബിലിറ്റി ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കാൻ. അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കാൻ പറ്റില്ല. എത്രയോ ഉണ്ടായിട്ടുണ്ട്.
എത്രയും പുറത്ത് കണ്ടത് വളരെ കുറവും പുറത്ത് കാണാത്ത വളരെ അധികവും ആണെന്ന് പറയേണ്ടി വരും. പുറത്ത് കാണുന്നത് എന്ന് പറഞ്ഞാൽ അത് ഈ അടുത്തിടയ്ക്കല്ലേ ഇസ്രോ ഇത്രയും ഒരു പബ്ലിക് ഔട്ട്റീച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ 60 years ആയിട്ടും വെരി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഈവൻ സ്കൂൾസിൽ പോലും അല്ലെങ്കിൽ കോളേജസിൽ പോലും നോർമൽ സ്കൂൾസ് ആൻഡ് കോളേജസ് അവിടെ ഒരു ഇസ്രോ ഔട്ട്റീച്ച് ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. മേ ബി ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഇസ് ദ റീസൺ വൈ പണ്ട് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് ഫിലിം സ്റ്റാർസ് ഒക്കെ ആണെങ്കിൽ ടുഡേ സൂപ്പർ സ്റ്റാർസ് ആർ പീപ്പിൾ ലൈക്ക് യു ആൻഡ് ഐ മീൻ എസ്പെഷ്യലി ആഫ്റ്റർ ദ ചന്ദ്രയാൻ. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ഇത്രയും സമയം ഇസ്രോ ആ പബ്ലിക് ഔട്ട്റീച്ചിന് സമയം ഇത്രയും എടുത്ത എന്താണ്? അത് ISROയുടെ കുഴപ്പമൊന്നുമല്ല, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കഴിഞ്ഞൊരു കുറച്ച് കാലമായിട്ടല്ലേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ പബ്ലിക് ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ പണ്ട് എന്തായിരുന്നു, പാംഫ്ലെറ്റ് ഉണ്ടാക്കി നിങ്ങൾ കാറിൽ കൂടെ ഇങ്ങനെ റോഡിൽ കൂടെ എറിഞ്ഞുകൊണ്ട് പോകണമായിരുന്നു പണ്ട് പബ്ലിക് ഔട്ട്റീച്ച് വേണമെങ്കിൽ. അല്ല, ഇപ്പൊ സയന്റിസ്റ്റ് they are reaching out to schools having lectures and workshops. That was happening all the time. പക്ഷേ ഇന്ന് ആ പോകുന്നതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അവയർനെസ് വളരെ കൂടിയിട്ടുണ്ട്. കാരണം പ്രിന്റ് മീഡിയയെക്കാളും ഇന്ന് ഇലക്ട്രോണിക് മീഡിയ വളരെ പവർഫുള്ളാണ്. നമുക്കിപ്പോൾ പല മീഡിയയെ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ റിയൽ ടൈം വീഡിയോകളുണ്ട്. പണ്ടത് ലോഞ്ചൊന്നും നമ്മൾ കാണുന്നത് എപ്പോഴാണ്, ദൂരദർശൻ ലോഞ്ച് എല്ലാം കഴിഞ്ഞ ശേഷം ഒരു രാത്രി 10 മണിയാകുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ ബിറ്റ് ഇടുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ലോഞ്ച് നടന്നതെന്ന്. അല്ലാതെ റേഡിയോയിൽ അനൗൺസ് ചെയ്യണം അല്ലെങ്കിൽ ലൈവ് റേഡിയോ ഒക്കെ വളരെ കുറവുണ്ടായിരുന്നു. എന്നാലും സാർ ഈ യുവിക പോലുള്ള പ്രോഗ്രാം വേർ സ്റ്റുഡൻസ് ആർ ഇൻവൈറ്റഡ് ടു ഇന്റേൺ വിത്ത് യു ആസ് വെൽ ആസ് വാച്ച് ദ ലോഞ്ച് പ്രോഗ്രാംസ്, ഇതൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ഒപ്പം തന്നെ ഉള്ളൊരു മാറ്റമാണത്. പണ്ട് നമ്മളൊരു ആലോചിച്ച് നോക്കൂ, ഈ വിജയം ISROയ്ക്ക് വന്നു തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. PSLVക്ക് ശേഷമാണ് ഇത് വന്നിട്ടിരിക്കുന്നത്. 1995 ശേഷമാണ് ഈ വലിയൊരു മാറ്റം ഉണ്ടായത്. അതിനു മുമ്പില്ല. അതിനു മുമ്പ് ASLVയുടെ കാലഘട്ടമായിരുന്നു. ASLVയുടെ കാലഘട്ടം ഞങ്ങൾ കടന്നുപോയ കാലം 1985 മുതൽ 95 വരെയുള്ള 10 വർഷം വളരെ കഷ്ടപ്പെട്ട കാലഘട്ടമായിരുന്നു. അന്നായിരുന്നു ASLV ഫെയിലായിട്ട് ഈ PSLV ഉണ്ടാക്കിയിട്ടുമില്ല. PSLVയുടെ ആദ്യ വിക്ഷേപണം പരാജയപ്പെട്ടു. രണ്ടാമത്തെ വിക്ഷേപണം 1995 നടന്ന ശേഷം പിന്നീടാണ് ഏതൊരു വിക്ഷേപണം വിജയിക്കും എന്ന് പബ്ലിക് പോലും മനസ്സിലാക്കി തുടങ്ങിയത്. അതിനുശേഷം ഈ പബ്ലിക് ഔട്ട്റീച്ചൊക്കെ നടത്താൻ പറ്റൂ. ഫെയിലായ റോക്കറ്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയി നിന്ന് സംസാരിച്ചുള്ള അവസ്ഥ എന്താ, എന്നെയൊക്കെ കല്ലെറിഞ്ഞിട്ടുണ്ട് ആളുകൾ. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് പെരുകടയിൽ ഓഫീസിൽ പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂക്കി വിളിച്ചിട്ടുണ്ട്. ബസ്സിന് കല്ലെറിഞ്ഞിട്ടുണ്ട് ആളുകൾ. കാരണം അന്ന് തലേദിവസം ASLVയുടെ വിക്ഷേപണം പരാജയപ്പെട്ടതുകൊണ്ട് 2 വിക്ഷേപണമായി പരാജയപ്പെടുന്നു. അതാണോ വേറെ പല അൺനെസസറി കാര്യങ്ങളും ഇസ്രോയിൽ ഉണ്ടായിട്ടില്ലേ? ദാറ്റ് സ്ലോ ഡൗൺ ദ പ്രോഗ്രസ് ഓഫ്? ഒന്നുമില്ല, അതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണയാണ്. ഇതൊക്കെ പുറത്തുണ്ടായിട്ടുള്ള ന്യൂസുകൾ മാത്രമാണ്. അകത്തൊരു സ്ലോ ഡൗൺ നടന്നിട്ടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നിങ്ങൾ PSLV ചില ആൾക്കാർ പറഞ്ഞ അത് ടെക്നോളജീനെ പുറകോട്ട് വലിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു സംസാരം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ അറിയാവുന്നവർ അതിനെക്കുറിച്ച് പറയട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ടെക്നോളജി പുറകോട്ടാവലും അതുകൊണ്ടുണ്ടായിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ എന്തൊക്കെ ടാർഗറ്റ് ചെയ്യേണ്ടോ അതെല്ലാം നേടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിന് ഡിലേ ഉണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഇതിനുള്ളിൽ ഒരു ഷെഡ്യൂളുണ്ട്. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ PSLV വിക്ഷേപണം 1988 നടക്കും എന്നായിരുന്നു ഞങ്ങളുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കപ്പെട്ട ഷെഡ്യൂൾ. നമുക്കെല്ലാം അറിയാം 88 നടക്കില്ല എന്ന്. പക്ഷേ നമ്മൾ ഒരു സ്വഭാവം ഉണ്ട് ISROയ്ക്ക്. നമ്മളൊരു ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യപ്പെടും. മാനേജ്മെൻറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുള്ളിലുള്ള ആളുകളെല്ലാം കൊണ്ട് ആ ഒപ്റ്റിമിസ്റ്റിക് ഷെഡ്യൂൾ അച്ചീവ് ചെയ്യാനായിട്ട് പ്രവർത്തിപ്പിക്കും. അപ്പോൾ ഒരു റീസണബിൾ ഷെഡ്യൂളിൽ നമ്മൾ എത്തിപ്പെടും എന്നുള്ളൊരു വിശ്വാസമാണ്. ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞുകൂടാ. അന്നത്തെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ അതാണ്. ഇന്നും മാനേജ്മെൻറ്റ് സ്റ്റൈൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറയുന്നതെല്ലാം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളുകളായിരിക്കും പറയുന്നത്. അത് ഇൻറ്റേർണലി ഇപ്പോൾ പുറത്ത് പറയുന്നതിനേക്കാളും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സ്കെഡ്യൂളായിരിക്കും നമുക്ക് അകത്തുള്ളത്. ഇതൊരു ഇൻറ്റേർണൽ എനർജി, ഒരു ഫയർ ഉണ്ടാക്കാനുള്ളൊരു ഉദ്ദേശത്തിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഡിലേ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം പലപ്പോഴും ടെക്നോളജി അൺസർട്ടനിറ്റി കൊണ്ട് ഫെയിലറുകളുണ്ടാകും. ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ ഫെയിലറിനെ കുറിച്ച്. ഞാൻ GSLV മാത്രത്തിൻ്റെ വികസനത്തിൻ്റെ കഥ തന്നെ പറയാം. 2002 മുതൽ 2014 വരെ നടന്ന സമയത്ത് എത്രയോ ഫെയിലറുകളകത്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴുണ്ടായിട്ടുണ്ട്. ഞാൻ പ്രൊവൈഡർ ആകുമ്പോൾ തന്നെ L110 എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്, മെയിൻ സ്റ്റേജിൻ്റെ ടെസ്റ്റ് ഫെയിലായ ശേഷമാണ് ഞാൻ അതിനകത്ത് പ്രൊവൈഡർ ആവുന്നത്. അത് പിന്നെ കറക്റ്റ് ചെയ്ത് അടുത്തൊരു വർഷത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി. പിന്നീട് ഉണ്ടായ എത്രയോ ഡെവലപ്മെൻറ്റ് ടെസ്റ്റുകൾ ഫെയിലായി. എത്ര ഡിസൈനുകളൊക്കെ ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. ആ ഫെയിലറുകളുടെ ഉള്ളിൽ കൂടെ പലപ്പോഴും പറയും ക്രയോജനിക് എഞ്ചിൻ മാത്രം ഉണ്ടാവും വളരെ കുറച്ച് ഫെയിലറുകളിലൂടെ കടന്നുപോയത്. എന്നാലും മറ്റു പല ഘടകങ്ങളും ഒരുപാട് ഫെയിലറുകളിലൂടെ കടന്നുപോയി. ഇതെല്ലാം ഞങ്ങൾക്ക് അകത്തറിയാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ
ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ അൺസർട്ടനിറ്റികളുണ്ടാകും, ഡിലേ ഉണ്ടാകും. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ഈ അത്തരം പ്രശ്നങ്ങളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാർ, ജോയിൻ ചെയ്ത് അധികം വൈകാതെയാണല്ലോ ISR സ്പൈ കേസ് വരുന്നത്. അതൊരു രീതിയിലും ബാധിച്ചില്ല എന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും ഞാൻ അവിടെ ആ സമയത്തുണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തന്നെ പറയാൻ പറ്റും. സ്പൈ കേസ് പത്രങ്ങൾക്ക് നല്ലൊരു വിരുന്നായിരുന്നെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോട്ടിവേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. കാരണം ഒരു ഓർഗനൈസേഷനിൽ ഇത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും പുറത്ത്. പക്ഷേ ഞങ്ങളുടെ ഉള്ളിലുണ്ടായ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന ലീഡർഷിപ്പ്, ഞാൻ PSLV പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, മറ്റു സ്ഥലങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. PSLV ഉണ്ടായിരുന്ന ലീഡർഷിപ്പ് എത്ര മനോഹരമായിരുന്നു, എത്ര ഇൻസ്പയറിംഗ് ആയിരുന്നു എന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ പറയാൻ പറ്റും. മാധവൻ നായർ സാറായിരുന്നു പ്രോജക്ട് ഡയറക്ടർ ആ സമയത്ത്. പിന്നീട് PSLVയുടെ അതിനുശേഷം വന്ന ആളുകൾ പെരുമാൾ, രാമകൃഷ്ണൻ എല്ലാം ടോപ്പ് ലീഡേഴ്സാണ്. അവരൊന്നും നമ്മളെ യാതൊരു നിമിഷം പോലും അതിനെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ സമയം തന്നിട്ടില്ല. അപ്പം ഇൻറ്റേർണലി അതൊരു ഇഷ്യൂ ആയിരുന്നില്ല. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റോക്കറ്റുകൾ നിർമ്മിക്കുന്നതിനും ഒക്കെ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ സ്പൈ കേസിനെ കുറിച്ച് പറയുന്ന പലപ്പോഴും വരുന്ന ക്രയോജനിക് എഞ്ചിൻ്റെ നിർമ്മാണം ഡിലേ ആയി പോയി എന്നുള്ളതാണ്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയൊരു സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷെ അതിൽ പ്രവർത്തിച്ചവർ പറയുന്ന അഭിപ്രായത്തോടെ ഞാൻ ഡിസഗ്രി ചെയ്യുന്നതല്ല. പക്ഷെ ഞാൻ കണ്ട കാഴ്ചയാണ് പറയുന്നത്. ക്രയോജനിക് എഞ്ചിൻ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. റഷ്യയിൽ നിന്നുള്ള ക്രയോജനിക് എഞ്ചിൻ നമുക്ക് കിട്ടി. അത് വെച്ച് നമ്മൾ ലോഞ്ചുകൾ നടത്തി. അതിനുശേഷം ടെക്നോളജി ബാൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ അകത്ത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ ഒരുപാട് പരാജയങ്ങളുണ്ടായി. അത് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കുകയും എഞ്ചിനുകൾ പല പ്രാവശ്യം നശിച്ചു പോവുകയും പിന്നെയും നിർമ്മിക്കുകയും. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ കൊച്ചു കൊച്ചു കമ്പനികളാണ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത്. അല്ലാതെ ഒരു ക്രയോജനിക് എഞ്ചിൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റി പോലും ISROയ്ക്ക് ഇല്ല, ഇന്നുമില്ല. ഈ പറഞ്ഞ കമ്പനികളിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം ഡെവലപ്പ് ചെയ്യാൻ ഇത്രയും സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും അത് വിജയിപ്പിച്ചതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് നമുക്കുള്ള ക്രയോജനിക് എഞ്ചിൻ്റെ വിഷയമാണ് വിജയിക്കുകയാണ് ഉണ്ടായത്. ഈ സ്പൈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറേ വാർത്തകൾ, കുറേ ക്യാമ്പയിൻസ് ഒക്കെ നമ്മുടെ ഒരു മൊറാലിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്? എനിക്ക് പറയാൻ എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് മറ്റുള്ളവരുടെ അഫക്റ്റ് ആയതിനെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ്. എനിക്കതൊരു മൊറൽ ഡാമേജ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓഫ് കോഴ്സ് എനിക്ക് തോന്നിയ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അതൊരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു കേസായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കെല്ലാവർക്കും അന്നും അറിയാം, ഇന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എന്തിന് ഇത്രമാത്രം ഡ്രാമാറ്റൈസ് ചെയ്യപ്പെട്ടൊരു കേസുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. നമ്പിനാരായൺ സാർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു അനാവശ്യമായൊരു കാര്യമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷേ അന്നൊരു സെൻസിറ്റീവ് കേസാണ്. അത് പോലീസിൻ്റെ ഇടയിലും കോടതിയുടെ ഇടയിലും പബ്ലിക്കിൻ്റെ ഇടയിലും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ആയതുകൊണ്ട് നമ്മളെല്ലാം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നാലും ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ISROയിൽ പൊതുവേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ആ സമയത്ത് അത്ര ഒരു സീനിയർ ആളൊന്നുമല്ല, ഞാനൊരു മിഡിൽ ലെവൽ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് അക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രം. പക്ഷെ സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഒരു പബ്ലിക് ഇംപ്രഷൻ നമുക്കറിയാമല്ലോ. അതായത് ഒരു ISRO ചാരക്കേസ് വരികയാണ്, ജനത്തിനൊക്കെ പൊതുവെ ഒരു ധാരണയുണ്ട് ഇതിനകത്ത് നടക്കുന്നതൊക്കെ തെറ്റായ കാര്യമാണ്. ഏതെങ്കിലും രീതിയിൽ പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എതിരെ അത്തരം ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്? എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആകെ കണ്ടൊരു വികാരം റോക്കറ്റുകൾ പരാജയപ്പെടുന്ന ASLV സമയത്തുണ്ടായ കല്ലേറുകൾ മാത്രമാണ്. പിന്നീട് അങ്ങനെ ഒരു പൊതുവികാരം എനിക്ക് കാണേണ്ടി വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട്. ഇല്ല. ഈ ASLV പരാജയത്തിന്റെ കാര്യം, ആ ഒരു മിഷൻ പരാജയപ്പെട്ടതിന്റെ പിറ്റേ ദിവസം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തിന് ASLV പോകുന്നത്? ഞാൻ PSLV കുറിച്ച് പറയാം. ഞാൻ PSLVയുടെ ഭാഗമായിരുന്നു. ഞാൻ ASLVയുടെ ഭാഗമായിരുന്നില്ല. ഞാൻ ജോയിൻ ചെയ്തത് PSLV പ്രോജക്റ്റിലാണ്. PSLVയുടെ ആദ്യ വിക്ഷേപണം പരാജയപ്പെട്ടു. അന്ന് ദിവസം ഞാൻ ശ്രീഹരിക്കോട്ടയിൽ അസംബ്ലി ഞങ്ങളെല്ലാം കൂടെ തന്നെ കഴിഞ്ഞൊരു 6 മാസം കൊണ്ട് അതിനെ അസംബിൾ ചെയ്ത് ആ ലെവലിലാക്കിയിട്ട് അതിൻ്റെ ഓരോ ഭാഗവും തൊട്ടുതലോടി ജീവിച്ച് ഞങ്ങൾ ഓരോരുത്തരും ആ വിക്ഷേപണം പരാജയപ്പെടുന്ന കാണുമ്പോഴുള്ള വിഷമത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ ഞങ്ങൾ ഉടനെ തിരിച്ചു ചെന്ന ലോഞ്ച് പാഡിൽ നിൽക്കുമ്പോൾ ആ റോക്കറ്റ് എന്ന സ്ഥലത്ത് പുകയും കരിയും മാത്രം നിൽക്കുന്ന സ്ഥലത്ത് നോക്കുന്ന ഒരു ശൂന്യതയാണ് മനസ്സിൽ നമ്മൾ അറിയുന്നത്. മനസ്സിലായോ? ആ റോക്കറ്റ് ലക്ഷ്യം കണ്ടില്ല. അത് വളരെ നിസ്സാരമായൊരു ചെറിയ മിസ്റ്റേക്കിൽ ആ ലക്ഷ്യം കണ്ടില്ല എന്ന് കൂടെ അറിയപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടം വളരെ അധികമാണ്. ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള റോക്കറ്റ് വളരെ ചെറിയൊരു നിസ്സാര പ്രശ്നത്തിന് ഫെയിലാവുക. അപ്പോൾ നമുക്ക് തോന്നി ഇതിന് അടുത്ത പ്രാവശ്യം നമ്മൾ ശരിയാക്കിയേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവിടെ നിന്ന് പോകുന്നത്. അല്ലാതെ സങ്കടപ്പെട്ടല്ല. എനിക്കറിയാം അന്നത്തെ ദിവസം എനിക്ക് ഒരു ഹ്യൂജ് കൺസൈൻമെൻറ്റ്സുകളൊക്കെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരാളും ആ ലോഞ്ചിൻ്റെ വൈകുന്നേരം വരെ റെസ്റ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം പാക്ക് ചെയ്ത് അന്ന് തന്നെ ട്രക്കിലൊക്കെ എത്തി അന്ന് തന്നെ തിരിച്ച് തിരുവനന്തപുരത്തെത്തി ടൂൾസും എക്യുപ്മെൻറ്റ്സും സാധനങ്ങളും എല്ലാം
ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ക്ഷീണിച്ചു പോയി. ഞാൻ ഇതിനേക്കാളും ടെക്നീഷ്യൻസിനേക്കാളും ഒക്കെ ക്ഷീണിച്ചു പോയി. ഞങ്ങളെല്ലാവരും ചോക്കായിരുന്നു സാധനങ്ങൾ. ഒരു തരത്തിലും അത് ഞങ്ങളെ ഡീമോറലൈസ് ചെയ്തിട്ടില്ലെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. നമുക്ക് ആകെ കൊണ്ടൊരു വാശി, ഇത് വളരെ നിസ്സാര കാര്യമല്ലേ, നമുക്ക് അടുത്ത ലോഞ്ച് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഒരു വിചാരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്രഷൻ അല്ല എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ് ഒരു ഫീൽ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ളവരും അങ്ങനെ തന്നെയാണ്. കാരണം അന്നത്തെ പ്രോജക്ട് ഡയറക്ടറായിരുന്ന മാധവൻ നായർ, മറ്റാളുകളൊക്കെ നമ്മളോട് അഡ്രസ്സ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നതൊന്നും ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിലൊന്നും അല്ല. നമ്മളാരും സങ്കടപ്പെടാറും കരയാറൊന്നും ഇന്ന് അതിനകത്ത് ആവശ്യമൊന്നുമില്ല. കാരണം മനുഷ്യനെ ചന്ദ്രനിലേക്ക് ഹെഡ്സിന്റെ കാര്യം നോക്കിയാൽ മലയാളികളും തമിഴ് ആളുകളും കൂടുതലായി വരുന്നത് തോന്നാം. അത് റീസെന്റ് മാത്രമാണോ അങ്ങനെ ഒരു ട്രെൻഡ്? അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടപ്പോൾ താങ്കൾക്കറിയാവോ, സാരാഭായി മുതലുള്ള ആളുകളുടെ പേര് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു. സാരാഭായിക്ക് ശേഷം വന്നത് സതീഷ് ധവാനാണ്. സതീഷ് ധവാൻ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഡയറക്ടറായിരുന്നു. അദ്ദേഹമാണ് 10 വർഷത്തോളം പിന്നീട് വന്ന കാലഘട്ടത്തിൽ ISROയുടെ ചെയർമാനായിരുന്നത്. കാരണം സാരാഭായി ഐഡൻറ്റിഫൈ ചെയ്ത ആളാണ് സതീഷ് ധവാൻ. സാരാഭായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അടുത്ത ആൾ വേണമെന്ന ആഗ്രഹത്താൽ എമിനൻ്റ് ആയിട്ടുള്ള പ്രൊഫസറായ സതീഷ് ധവാനെ സ്പേസ് കമ്മീഷനിൽ ഇൻഡക്റ്റ് ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഭരണശേഷം അദ്ദേഹത്തിന് ചെയർമാനാകാൻ കഴിഞ്ഞത്. പിന്നീട് വന്ന ആൾ പ്രൊഫസർ UR റാവു ആണ്. കർണാടകക്കാരനാണ്. തിരുവനന്തപുരത്താണ് അദ്ദേഹം വർക്ക് ചെയ്ത് തുടങ്ങിയത്. ഇവിടെ സാറ്റലൈറ്റ് നിർമ്മിക്കുന്ന തിരുവനന്തപുരത്തായിരുന്നു. പിന്നീട് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് മറിച്ചു നട്ട് അവിടെ സാറ്റലൈറ്റ് സെൻറ്റർ ഉണ്ടാക്കി. അവിടെ നിന്നാണ് അദ്ദേഹം ചെയർമാനായത്. പിന്നീട് വന്ന കസ്തൂരിരംഗൻ ബോംബെയിലാണ് പഠിച്ചത്. അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണെന്ന് പറയാം, മലയാളിയാണെങ്കിലും. കേരളത്തിൽ ജനിച്ചെങ്കിലും മഹാരാഷ്ട്രയിൽ ജീവിച്ച് വളർന്ന് ഡിഗ്രി എടുത്ത് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഗ്രാജുവേഷൻ നേടി സാറ്റലൈറ്റ് സെൻറ്ററിൽ UR റാവുവിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ചെയർമാനായ ആളാണ് UR. അപ്പോൾ തന്നെ 40 വർഷം കഴിഞ്ഞു ISROയുടെ. മലയാളികൾ ആരും വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ. പിന്നീട് വന്ന ആളാണ് കസ്തൂരിരംഗന് ശേഷം വന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, MGK മേനോൻ, കുറച്ചു കാലം. UR റാവുവിന് ശേഷവും സതീഷ് ധവാൻ തൊട്ട് മുമ്പ് ആ ഇൻ്റർമീഡിയറ്റ് സമയം അന്ന് ഏറ്റവും ലീഡിങ് ഒരു സയൻറ്റിസ്റ്റായിരുന്നു MGK മേനോൻ. അദ്ദേഹത്തെ മലയാളിയായിട്ട് നിങ്ങൾ കാണേണ്ടത്. കാരണം അങ്ങനെയുള്ള ആ ടൈപ്പ് ഡിഫറൻസിയേഷൻ അല്ല അദ്ദേഹത്തിന് യോജിക്കുന്നത്. അദ്ദേഹം എത്രയോ മേഖലയിൽ അന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ച മനുഷ്യനായിരുന്നു. പിന്നീട് വന്നതാണ് കസ്തൂരിരംഗന് ശേഷം വന്നത് ആരാണ്? മാധവൻ നായർക്ക് ശേഷം വന്നത് രാധാകൃഷ്ണൻ ശേഷം വന്ന കിരൺകുമാറും കർണാടകത്തിൽ നിന്നാണ്. അപ്പോൾ രാധാകൃഷ്ണനും മാധവൻ നായരും മലയാളികളാണ്. പിന്നെ അതിനുശേഷം വന്ന് ശിവൻ, ഞാനും ഒക്കെ. അപ്പോൾ ഞങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ ആരെയും സെലക്ട് ചെയ്തത് ഇന്ന സ്റ്റേറ്റിൽ നിന്ന് ആളായതുകൊണ്ട് എന്നൊരു ബേസിസിലൊന്നും അല്ല. അവരന്ന് ISROയിൽ അവൈലബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പിൽ ഏറ്റവും നല്ല ലീഡറെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് മാത്രമാണ്. അപ്പോൾ അത് ആ പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് വന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നൊന്നുമില്ല. ആയിരിക്കാം. അപ്പോൾ അത് മാറാം ഇനി വരും വർഷങ്ങളിൽ. ഇന്നത്തെ അവസരത്തിൽ അങ്ങനെ ആയിപ്പോയി എന്നുകൊണ്ട് മാറിക്കൂടാന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇനിയുള്ള ലീഡർഷിപ്പുകൾ, അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ട്. പക്ഷേ സർ, if you look at ISRO since its inception, from day one or maybe just about that time, you've had a strong presence of female scientists. പക്ഷേ ഇപ്പോഴും we don't have an ISRO chairman as a woman. അപ്പോൾ is there any reason for that, or can we also have? പ്രോബബിലിറ്റി തിയറി കേട്ടിട്ടുണ്ട്. കാരണം പ്രോബബിലിറ്റി അങ്ങനെയാണ്. കാരണം ഒരു ചെയർമാൻ എന്ന് പറയുന്നത് 17,000 ആളുകളിൽ ഒരാളാണ് ചെയർമാൻ ISRO ആകാൻ പറ്റും. അപ്പം അതിൽ എബിലിറ്റിയുള്ള ചെയർമാൻ, ക്വാളിറ്റിയുള്ള ഒരു 25 ആളെങ്കിലും ഉള്ളിടത്തു നിന്നാണ് ഒരു ചെയർമാനെ പിക്ക് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ലേഡി ആവാം, ലേഡി അല്ലാതാവാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചരിത്രത്തിൽ ഈ ചെയർമാനാകാൻ യോഗ്യതയുള്ള ലേഡികൾസ് വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളായില്ല എന്നുള്ളതൊരു ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നൊന്നുമില്ല. അതോ ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത ആളെ ലേഡിയെ ആക്കൂ എന്നുള്ള തീരുമാനത്തിൽ അന്നുള്ള എലിജിബിൾ ആയിട്ടുള്ള ലേഡീസ് അല്ലാത്തവരെയൊക്കെ മാറ്റി നിർത്തി ഒരാളെ ലേഡി ചെയർമാൻ ആക്കി കഴിഞ്ഞാൽ എനിക്ക് തെറ്റൊന്നും പറയാനില്ല. ഒരു ഒപ്റ്റിക്സിന് വേണ്ടി അങ്ങനെ ആക്കാം, തെറ്റൊന്നും പറയാനില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർഗനൈസേഷനിൽ ലീഡർഷിപ്പ് പൊസിഷനിൽ ഒരുപാട് വനിതകൾ ഇന്നുണ്ട്. പ്രോജക്ട് ഡയറക്ടർമാരായിട്ടും സെൻട്രൽ ഡയറക്ടർമാരായിട്ടും ഒക്കെ സെർവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്.
അവരിൽ ഒരാൾ വരും വർഷങ്ങളിൽ ആ റൈറ്റ് സ്ലോട്ടിൽ റൈറ്റ് സമയത്ത് അവതരിക്കും എന്നതിൻ്റെ പ്രതീക്ഷയിൽ ഞാൻ നിർത്താനേ പറ്റൂ എനിക്ക്. കാരണം ആ സെലക്ഷൻ സമയത്ത് ആരാണോ ഏറ്റവും അപ്രോപ്രിയേറ്റ് ചോയ്സ്, എനിക്ക് തോന്നുന്നു ആ ഗവൺമെൻറ് അത് വനിതയാണോ പുരുഷനാണോ എന്ന് നോക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നൽ. ഒരു വിശ്വാസിയായ ഒരു സയന്റിസ്റ്റ് ആണ്. എങ്ങനെ ഈ വിശ്വാസവും അതാര് പറഞ്ഞു? എങ്ങനെയാണ് ഒരുമിച്ച് You are famously known to be a very spiritual person. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഞാനൊരു വിശ്വാസി അല്ല. ഞാനൊരു സ്പിരിച്വൽ എന്നൊരു വാക്കൊരു സിമ്പിൾ വാക്കായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു വിശ്വാസിയല്ല, ഞാനൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെടുത്തരുത്. You're credited with making one very obscure temple famous in Trivandrum. പൗർണമിക്കാവുമ്പോൾ ഒരു ടെമ്പിളിനെ ഇത്രയും ഫെയിമിൽ കൊണ്ടുവന്ന ഒരാളാണെന്നുള്ളൊരു ഖ്യാതി സാറിനുണ്ട്. അല്ല, ഞാൻ ടെമ്പിളുകളിലൊക്കെ പോകുന്ന ഒരാളാണ്. ടെമ്പിളിൽ പോകുന്ന പല ഉദ്ദേശങ്ങൾ കൊണ്ടാണ്. കാരണം ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു ജനറേഷൻ്റെ ഒരു ബാക്കിയിരിപ്പ് സാധനമാണ്. പുതിയ ടെമ്പിളുകളും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ടെമ്പിളുകൾ. അവിടെ ഞാൻ പോകുന്നത് ഈശ്വരനെ കാണാനോ പ്രാർത്ഥിക്കാനൊന്നും അല്ല. അവിടെ ഞാൻ പോകുന്നത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടും എന്നൊന്നും എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിന് വേണ്ടി പോകുന്നതുമല്ല. അപ്പോൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണം ഞാനൊരു വിശ്വാസിയാണെന്ന്. ഞാൻ എൻ്റെ സ്പിരിച്വൽ പ്രോസസ്സിലെ ഒരു ഭാഗമാണ്. What is your spiritual process? എൻ്റെ സ്പിരിച്വൽ പ്രോസസ്സിൻ്റെ എസെൻഷ്യലി ഞാനൊരു അന്വേഷകനാണ്, എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യനുകൾ മാത്രം ബാക്കി, ഉത്തരങ്ങളില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആ ഉത്തരങ്ങൾക്ക് കിട്ടാൻ എളുപ്പമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ അത് കണ്ടെത്തിയേ പറ്റൂ. കാരണം ഒരു ലൈഫ് ടൈമിൽ കണ്ടെത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. ബട്ട് ഫോർ എക്സാമ്പിൾ നമുക്കെല്ലാം അറിയാവുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. ഹുവാമായി, ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്, വാട്ട് ഈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഞാൻ രമണ മഹർഷിയുടെ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്കൊന്നും ഉത്തരങ്ങളൊന്നുമില്ല. അതുപോലെ ഈവൻ സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ പോലും പല കാര്യങ്ങളും ക്ലാരിറ്റി ഇല്ല നമുക്ക്. ഞാനൊരു ആസ്ട്രോഫിസിസ്റ്റ് ഒന്നും അല്ല, എന്നാൽ പോലും കുറേയൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഉത്തരങ്ങളില്ലാത്തൊരു തലത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉത്തരങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആർക്ക് കഴിയും? എനിക്കറിയില്ല. സയൻസിന്റെ ലിമിറ്റേഷൻ എന്താണ്? അറിവിൽ ലിമിറ്റേഷൻ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ആ ലിമിറ്റേഷനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരാളൊന്നും അല്ല ഞാൻ. എൻ്റെ സയൻസിനെ കുറിച്ചുള്ള അറിവ് ഞാൻ വായിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് എക്സ്പീരിയൻസ് അറിഞ്ഞു ചെയ്ത കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് എൻ്റെ അറിവ് പൂർണ്ണമൊന്നുമല്ല. ബട്ട് ഈ പൂർണ്ണമല്ലാത്ത അറിവ് തന്നെ എനിക്കറിയാം അതൊരു വലിയ കോംപ്ലക്സ് സാധനമാണ്, അറിയാനായിട്ടുള്ളൊരു പ്രോസസ്സ്. ഇനി ഒരുപാട് അറിയാനുണ്ട്. അതിൻ്റെ ലൈഫ് ടൈമിൽ ഇതിന് സാധ്യമാകുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ നിങ്ങൾ ടെമ്പിളിൽ എന്തിനു പോകണോ, നിങ്ങൾക്കൊരു റാഷണലിസ്റ്റ് ആയിട്ട് ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കാം. അറിവിനെ മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പ്രോസസ്സിലൂടെ മാത്രം കംപ്ലീറ്റ് ആകാൻ സാധിക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു രണ്ടും ആവശ്യമുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അറിവ്, വായനയൊക്കെ ഉണ്ടാവണം. കാരണം അത് വായനയിലൂടെ കിട്ടുള്ളൂ. പിന്നെ ചിന്തിക്കുന്നതിലൂടെ കിട്ടാം. മറ്റേ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എൻക്വയറി പ്രോസസ്സ്, അതായത് സ്വയം കണ്ടെത്താനുള്ള കഴിവ്. നമ്മൾ ആലോചിക്കുന്ന പോലെ സ്പിരിച്വൽ പ്രോസസ്സ് നമ്മൾ സിംപ്ലിഫൈ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ഉത്തരങ്ങളൊന്നും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല, അമ്പലത്തിലും ഇല്ല, സ്വാമിമാരുടെ അടുക്കലും ഇല്ല. അപ്പോൾ നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒരു സാധനമാണ്. അപ്പോൾ സ്വയം കണ്ടെത്താനുള്ള ഒരു പ്രോസസ്സിലാണ് ഞാൻ. അത് വയസ്സ് ഇത്രയായി, ഇനി ബാക്കിയുള്ള ഉള്ള സമയത്ത് കണ്ടെത്താൻ പറ്റുമെന്ന് വിചാരിച്ചോടെ നടക്കുക. ഇതായിട്ട് ബന്ധപ്പെട്ട് ISRO കേസ് അറിഞ്ഞുള്ളൂ. പക്ഷെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലൊക്കെ അവിടെ വിസിറ്റ് ചെയ്ത ഒരാൾ പറഞ്ഞാണ് അവിടെ പൂജകളൊക്കെ നടക്കാറുണ്ട്. എന്തെങ്കിലും മേജർ ഇതിന് ലോഞ്ചിന് അതിന് തെറ്റെന്താണ്? കാരണം പൂജ നടത്താം. കാരണം പൂജ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിൽ എലിമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ജനിച്ചു വിടുന്ന ഒരു കുടുംബവും നമ്മൾ കണ്ട് തീർന്നൊരു സംസ്കാരമുണ്ട്. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ചില സംസ്കാരങ്ങളിലൂടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് ആ സംസ്കാരം ശരിയല്ല എന്നോ അത് ഫോളോ ചെയ്യേണ്ടതെന്നോ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ നമ്മൾ അതിൽ കൂടെയാണ് കടന്നു വന്നത്. ഓരോരുത്തരും ജനിച്ചൊരു കുടുംബത്തിൻ്റെയും സൊസൈറ്റിയുടെയും ഫാമിലിയുടെയും രാജ്യത്തിൻ്റെയും സംസ്കാരത്തിലൂടെ വന്നിരിക്കുന്നത്. അതിനെ നെഗേറ്റ് ചെയ്യുന്നത് നല്ലൊരു സ്മാർട്ടായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചെയ്യാം.
അതിനെക്കുറിച്ച് സ്വന്തമായിട്ട് ചിന്തിക്കാം, തീരുമാനിക്കാം, അഡോപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. നിങ്ങൾ മാത്രമല്ല ജീവിക്കുന്നത്, നിങ്ങളുടെ ഒപ്പം സുഹൃത്തുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, സമൂഹമുണ്ട്. ഇവരുടെ ഒപ്പമാണ് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടത്. ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം അടിച്ചേൽപ്പിക്കാനാവില്ല. അപ്പോൾ ആ അടിച്ചേൽപ്പിക്കുന്നത് എഗൻസ്റ്റാണ് ഞാൻ. അപ്പോൾ ഏത് തരത്തിലുള്ള സാധനങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആരെങ്കിലും പൂജ ചെയ്യുമ്പോൾ ശരിയല്ല, ഈ ഇതിനുള്ളിൽ പൂജ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട ആവശ്യം എനിക്ക് തോന്നാറില്ല. കാരണം ഈ റോക്കറ്റ്, ഇപ്പോൾ ഒരു ഉദാഹരണം, റോക്കറ്റ് നിർമ്മാണമോ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ നിർമ്മാണ സമയത്ത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തതിന് മുമ്പ് ആരെങ്കിലും പൂജിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒരേ തലത്തിൽ ചിന്തിക്കുന്നവരായിരിക്കണമെന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ആ പൂജ ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കാം. എനിക്ക് തിരിച്ചറിയാൻ കഴിയും ആ പൂജ കൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളുകളുടെ സൈക്കോളജിയെ ഇല്ലാതാക്കാൻ ഞാൻ ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സമയത്ത് അവരുടെ ഒപ്പം നിൽക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ആ ദേവിയാണ് എനിക്കെല്ലാം തരുന്നതെന്നും എന്നെ രക്ഷിക്കുന്നതെന്നും വിശ്വസിക്കുന്നവരുണ്ട്. അവരെ ഞാൻ കുറ്റം പറയില്ല. എന്നാൽ ഞാനവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണമെന്ന് എന്നോട് നിർബന്ധിക്കാനാവില്ല ആർക്കും. ഞാനവിടെ നിൽക്കുന്നത് മറ്റ് ചില കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്നെ രക്ഷിക്കാൻ ആവശ്യപ്പെടാനല്ല ഞാൻ അവിടെ നിൽക്കുന്നത്. ചില സമയത്ത് കോൺട്രഡിക്ടറി അല്ലേ? ഇപ്പോ ഈ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഇപ്പൊ നമ്മളുടെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു, അതിനു മുന്നേ ഒരു പച്ചമുളകും ഒരു നാരങ്ങയും ഉപ്പും ഒക്കെ കെട്ടിയിട്ടാൽ ഞാനത് ഒരു സിംബോളിക്കായി ചോദിക്കാനാണ്. അത് എന്തോ ആവട്ടെ, അത് ചെയ്താൽ റോക്കറ്റിന് കേടുപാടൊന്നും എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരത് ചെയ്യുന്നത് അവരുടെ ഒരു വാസന നമ്മൾ പറയുന്ന സിമ്പിൾ വാക്കിൽ പറഞ്ഞാൽ അവർ ജീവിച്ചു വന്ന ചുറ്റുപാടുകളിലൂടെ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ. അവർ നിങ്ങൾ പച്ചമുളക് വയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ വിചാരിക്കും അത്. കാരണം അവരങ്ങനെയാണ് ആ സമൂഹത്തിലൂടെ വളർന്നു വന്നിട്ടുള്ളത്. അവർക്ക് ആ പൂജ അവരുടെ മനസ്സിനെ ദേ വിൽ പുട്ട് ഇറ്റ് അറ്റ് ഈസ്. ആ മനുഷ്യൻ അൾട്ടിമേറ്റ്ലി ഒരു സമൂഹ ജീവിയാണ്. ആ സമൂഹ ജീവിയുടെ ഒപ്പം നിന്നേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, അത് നിങ്ങളെ ഹാം ചെയ്യുന്നുണ്ടോ, അത് നിങ്ങളുടെ പ്രോസസ്സുകളെ ഇല്ലാതാക്കുന്നുണ്ടോ, അത് സൊസൈറ്റിയുടെ ഹാർമണി അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അത് സഹജീവികളുടെ ജീവിതത്തിനെ ട്രബിൾ ചെയ്യുന്നുണ്ടോ, ഇത് മാത്രം നോക്കിയാൽ മതി. അതല്ലാത്തിടത്തോളം കാര്യം മറ്റൊരു കാര്യം നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അത് ഒരു സ്വാതന്ത്ര്യമാണ്. പിന്നെ ഇത് സർക്കാർ ഓഫീസാണ്, ഇതിനുള്ളിൽ അത് ചെയ്യാൻ പാടില്ല. സർക്കാർ ഓഫീസിൽ മരിക്കുന്നത് മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരുടെയും അവരുടെ മനസ്സിൻ്റെയും അവരുടെ ചിന്തകളുടെയും അവരുടെ മോട്ടിവേഷനും എല്ലാം കൂടെ ചേർന്നാണ് ആ സാധനം നടക്കുന്നതല്ല. അല്ലാതെ അവർ യന്ത്രങ്ങളായിട്ടല്ല. സർക്കാർ ഗൈറ്റ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ യന്ത്രങ്ങളെ പോലെ പെരുമാറണമെന്നൊന്നും ആരോടും പറയാനാവില്ല. അവരുടെ റൂമിൽ ചിലപ്പോൾ അവർ വിഗ്രഹങ്ങളോ ദേവികളോ ഓമുകളോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവാം. അതിനൊന്നും അൺഡു ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാവുന്ന കാര്യം. അത് ആകെ ചെയ്യേണ്ടത് മറ്റു ജീവികൾക്കും മറ്റു ആളുകൾക്കും അത് ക്വസ്റ്റ്യൻ ആവുന്നുണ്ടോ, അത് ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടേണ്ടോ, അത് കറക്റ്റ് ചെയ്യപ്പെടുകയും വേണം. അതല്ലാത്തിടത്തോളം കാലം അവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഏത് തരത്തിലാണ്, അതായത് മറ്റ് വിശ്വാസങ്ങൾക്കാണോ അതോ മറ്റ് സയൻസിന് കോൺട്രഡിക്ടറി ആകുന്നുള്ളതാണ്? വിശ്വാസങ്ങൾ എപ്പോഴാണ് സയൻസിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ളത്? അതൊക്കെയാണ് തെറ്റിദ്ധാരണ. പലപ്പോഴും പറയപ്പെടുന്നത് എല്ലാത്തര വിശ്വാസങ്ങളും ഇവിടെയാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അൺസയൻറ്റിഫിക് എന്നൊക്കെ നിങ്ങൾ പറയാൻ മാത്രം നിങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. ഓക്കെ, അവിടെയാണ് നമ്മളെ ഹ്യൂമിലിറ്റിയും കൂടെ ഒപ്പം കൊണ്ടുവരേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. സയൻറ്റിഫിക്കിന് ഒരു പ്രോസസ്സുണ്ട്. എന്താണ് പ്രോസസ്സ്? സയൻറ്റിഫിക് പ്രോസസ്സ് പ്രൂഫ് ബേസ്ഡാണ്. എല്ലാ സയൻറ്റിഫിക് പ്രോസസ്സുകൾക്കും തെളിവ് വേണം. അപ്പോൾ തെളിവ് നിരത്തുക എന്നുള്ളത് സയൻറ്റിഫിക് പ്രോസസ്സാണ്. തെളിവില്ലാത്തൊരു സാധനത്തിൻ്റെ ക്വസ്റ്റ്യനാണ് ബിലീഫ് എന്ന് പറയുന്നത്, വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തിന് തെളിവിൻ്റെ ആവശ്യമില്ല. അത് ഒരാൾ പറയുകയാണ് ഇതാണത്, ശരി, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വിശ്വാസിയല്ല എന്ന്. അപ്പോൾ ഞാൻ ആര് പറഞ്ഞതും വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എൻക്വയറി ചെയ്യുന്ന ഒരാളാണ്, അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനെ ഞാൻ നെഗേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ പറയുന്ന പ്രോസസ്സുകൾ, ഇപ്പോൾ ഈ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും നേടുന്നു എന്നുള്ള ആ കൺസെപ്റ്റ് ഞാൻ നെഗേറ്റ് ചെയ്യുന്നില്ല. ഞാനത് കണ്ടുപിടിക്കാം. കാരണം എനിക്ക് ആകെ പറയാവുന്നൊരു ക്വാളിറ്റി ഉള്ളൂ, എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് ആകെ പറയാവുന്ന, അവിടെ ചെന്ന് ഒരുപാട് പേര് പോകുന്നുണ്ട്, ദേ ആർ ഗോയിങ് ദെയർ, ദേ തിങ്ക് ദെയർ ഇസ് എ പവർ. ഐ ഹാവ് നോട്ട് സീൻ എനി പവർ ടിൽ ഡേറ്റ്. ഓക്കെ, ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് തന്നതായിട്ട് എനിക്കറിയില്ല. ഞാനിതുവരെ ദൈവത്തെ കണ്ടിട്ടുമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനതില്ല എന്ന് പറയാനൊന്നും ആളല്ല ഞാൻ. എനിക്കാകെ പറയാവുന്ന എനിക്കറിയില്ല. സോ ടുഡേ ഐ ക്യാൻ ഓൺലി സേ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഒരുപാട് ഹ്യൂമിലിറ്റി വേണം. ആയിക്കോട്ടെ, ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ. പക്ഷേ ഞാനത് ഫാക്റ്റാണ് പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം,
ജ്യോത്സ്യം, ഓക്കെ, നിങ്ങൾ പറയും തച്ചുശാസ്ത്രം, ലക്ഷണശാസ്ത്രം, ഹസ്തരേഖ, ശരിയാണോ? എനിക്കറിയില്ല എന്ന് പറയുന്നതല്ല ശരി. എനിക്ക് അത് തെറ്റാണ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ കറക്റ്റ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നതായിരിക്കും. എല്ലാം അങ്ങനെയാണ്. കാരണം ചിലതൊക്കെ നമ്മളത് പ്രൂവ് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് സയൻസിന്റെ ഒരു ഉത്തരവാദിത്തമില്ല. അത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ആ തച്ചുശാസ്ത്രമാണെങ്കിൽ തച്ചുശാസ്ത്രം അത് അവര് പേപ്പർ പബ്ലിഷ് ചെയ്യും. ശാസ്ത്രം എന്നുള്ള വാക്കിന് മിസ്യൂസ് ചെയ്യുന്നുണ്ട് അത് സംഭവിക്കുന്നത്. അവർ ആ ശാസ്ത്രവും ഈ ശാസ്ത്രവും സയൻസും ആയിട്ട് ബന്ധപ്പെടുത്തണ്ട. അത് ശാസ്ത്രം എന്നുള്ളൊരു യൂസേജ് ആണ് പഴയ കാലത്തുണ്ടായിരുന്നത്. ഇപ്പം ആയുർവേദ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന് പ്രൂഫ് എവിടെയെങ്കിലും ഉണ്ടോ? ഹോമിയോപ്പതിക്ക് എവിടെയെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഡിഗ്രി കൊടുക്കുന്ന രണ്ട് കോഴ്സുകളാണ് ആയുർവേദവും ഹോമിയോപ്പതിയും. എവിടെ പ്രൂഫ്? ഒരു പ്രൂഫും ഇല്ല. ആളുകൾക്ക് പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. എക്സ്പീരിയൻഷ്യലാണ്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാവുന്നത് എക്സ്പീരിയൻഷ്യലി ആയിട്ടുള്ള സാധനത്തെ പ്രൂഫ് എന്ന് പറഞ്ഞുകൂടാ. സയൻറ്റിഫിക്കലി പ്രൂഫല്ല. എനിക്ക് എക്സ്പീരിയൻസ്ഡ് ഉണ്ട്, ഓക്കെ, ഫോർ മീ ഇറ്റ് വർക്ക്. അങ്ങനെയുള്ള സാധനത്തെ ഇറ്റ് നീ നോട്ട് വർക്ക് ഫോർ യു. സാർ അതിനൊരു കോസ്റ്റ് ഇല്ല സാർ. അതായത് ഇപ്പം എനിക്ക് ഒരു അസുഖം വന്നു, അപ്പം ഹോമിയോപ്പതി ഞാനിപ്പോൾ അഡോപ്റ്റ് ചെയ്യാണ്. അപ്പം അതിന് എനിക്ക് മുമ്പിൽ ഇപ്പൊ ഒരു വിശ്വാസം മാത്രം മതിയായിരുന്നു, പോരല്ലോ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഹോമിയോപ്പതി സയൻസ് ആണോ? അല്ലേ? അല്ലല്ല. അല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് വിശ്വാസത്തെ ബേസ് ചെയ്താണ്. ആയുർവേദം സയൻസ് ആണോ? അല്ലേ? അല്ല എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതിന് യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല. പക്ഷെ ആണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊരു പ്രൂവ് ചെയ്യണ്ടേ? അത് അവരുടെ പ്രോബ്ലം, എന്റെ പ്രോബ്ലം അല്ല. അത് ആയുർവേദം ആണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഹോമിയോപ്പതി ആണ്. പക്ഷേ നിങ്ങളുടെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ. ഇപ്പൊ മോഡേൺ മെഡിസിനിൽ ആണെങ്കിൽ പോലും അവരിപ്പോ ഒരു സംഭവം കൊണ്ടുവരികയാണ്. അവർക്ക് അതിനകത്തൊരു ഉത്തരവാദിത്തമില്ല. അവര് നമ്മുടെ മുമ്പിൽ അല്ല. മോഡേൺ മെഡിസിനിൽ ദർ ഇസ് എ സയൻറ്റിഫിക് പ്രോസസ്സ്. ഇപ്പോൾ ഒരു മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സയൻറ്റിഫിക് പ്രോസസ്സ് ഉണ്ട്. അതിൽ ടെസ്റ്റ് ചെയ്യുന്നതും കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് അല്ലാത്തവർ, അതിൻ്റെ എഫിക്കസി സ്റ്റഡി, അതിനുള്ള എത്ര മാർഗമല്ല എന്നുള്ളൊരു ഫുള്ളി ഡോക്യുമെൻറ്റഡ് ആണ് ഒരു മെഡിസിൻ തരുന്നത്. ഒരു പ്രോസസ്സ് മോഡേൺ മെഡിസിനിൽ പ്രൂവ്ഡ് ആണ്. പക്ഷേ ആയുർവേദത്തിൽ പ്രൂവ്ഡ് അല്ല. അവർ ചെയ്യേണ്ടത് ഈ എഫിക്കസി സ്റ്റഡി, കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റുകൾ ആയുർവേദത്തിൽ ചെയ്ത് ഇപ്പോൾ ഇന്ന മരുന്നുകൾ ഇന്ന ഇലകൾക്ക് എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലം ഗുണമില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ് നടത്താത്ത ഒരു സാധനമാണ്. പക്ഷേ അതുകൊണ്ട് ആയുർവേദം തെറ്റാണ് എന്ന് പറയാൻ എനിക്കാവില്ല. കാരണം സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല ആയുർവേദം, പക്ഷേ എക്സ്പീരിയൻഷ്യലി പ്രൂവൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഇതിലേക്ക് പോകണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ വരിക. സ്പിരിച്വാലിറ്റിയും സയൻറ്റിഫിക്കിനെ കൂടി പറഞ്ഞു. അപ്പോൾ സ്പിരിച്വാലിറ്റി അതുപോലത്തെ ഒരു സാധനമാണ്. എക്സ്പീരിയൻഷ്യലി അറിയേണ്ട ഒരു സാധനമാണ്. അത് വ്യക്തിയാധിഷ്ഠിതമാണ്, അത് സമൂഹാധിഷ്ഠിതമല്ല. ഇവിടെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയെയും സയൻസിനെയും എവിടെയൊക്കെ സ്പിരിച്വാലിറ്റി സാമൂഹ്യാടിസ്ഥാനത്തിലാവുമോ അവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് മിസ്റ്റിക്കൽ എലമെന്റ് അതിലില്ല സർ. ബിക്കോസ് ഇഫ് യു മിസ്റ്റിക്കൽ എലിമെന്റ് എസെൻഷ്യൽ ആണ്. മോഡേൺ ഇപ്പോൾ എസ്പെഷ്യലി ന്യൂ പിന്നെ ഫിസിക്സിൻ്റെ ഇപ്പോൾ പിന്നെ ക്ലാസിക്കൽ തിയറി അല്ലാത്ത ഫിസിക്സിൻ്റെ ഇഫ് യു ആക്ച്വലി ലുക്ക് അറ്റ് ദാറ്റ് ദേ ഓൾവേസ് ഡ്രോ പാരലൽ ടു ദി ഇപ്പോൾ ഫ്രിജിത്ത് ഓഫ് കാപ്രയുടെ ഒരു ബുക്ക് തന്നെയുണ്ട് Tao of Physics. You actually draw a parallel to the ancient Vedic systems and say okay there is ഇപ്പോൾ മറ്റേ you have a lot of parallels draw ചെയ്യുന്നുണ്ട് theoretically wise. ഒരു ഈ അടുത്ത അധിക കാലമായിട്ടില്ല, about 100 years ലെസ്സേ ഉള്ളൂ, there was a great mathematician Srinivas Ramanujan who claimed that mathematical formulas were told to him by നാമഗിരി ദേവി തായാർ. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്ന് അതിനുള്ള സീഡ്സ് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു, ഫേമസ്ലി ഹി സെഡ്. അപ്പോൾ ഇതിനെ ഇപ്പോഴുള്ള സയന്റിസ്റ്റുകൾ എങ്ങനെയാണ് നമ്മൾ ആരാണ് അത് അല്ല എന്ന് പറയാൻ ക്വാളിഫൈ ആയിട്ടുള്ള? അതിനൊരു സയന്റിഫിക് ഒരു ഔട്ട്ലുക്ക് വേണമെന്നില്ല. അവിടെയാണ് നമ്മൾ വ്യത്യാസം വരേണ്ടത്. സയൻസ് കോൺഗ്രസിലൊക്കെ പറയാറുണ്ടല്ലോ വിമാനം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള. അപ്പൊ അതൊക്കെ നമ്മൾ ആ രീതി വേണോ മനസ്സിലാക്കാൻ. അത് സയൻസ് കോൺഗ്രസ് പറയാം. സയൻസ് കോൺഗ്രസിലല്ല പുഷ്പവിമാനം ഉണ്ടെന്ന് പറഞ്ഞ പുസ്തകങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. സയൻസ് കോൺഗ്രസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോ ആരെങ്കിലും അവതരിപ്പിക്കുന്നത് എന്റെ കുറ്റമല്ല. നമ്മളത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള സാധനം അഡ്വൈസ് ചോദിച്ചാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലായി. അദ്ദേഹം എവിടെ നിന്നാണ് എടുത്തത്, അതിന്റെ റെഫറൻസ് എന്താണ്, ഏത് പുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞത്, ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത് നമുക്ക് വായിക്കാമല്ലോ, നമുക്കും വായിക്കാം.
അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പുഷ്പവിമാനങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പുഷ്പവിമാനങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് പറക്കുന്നതായിട്ട് ചിന്തിക്കപ്പെട്ടിട്ടുണ്ട്. അത് കലാപരമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതിക കൺസ്ട്രക്ഷനെക്കുറിച്ച് ചില എങ്ങും തൊടാത്ത രീതിയിലുള്ള ശ്ലോകങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പുഷ്പവിമാനം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവൊന്നും വരുന്നില്ല. അതിൻ്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ഇന്നത്തെ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഡെസ്ക്രിപ്ഷൻ അതിൽ നമുക്ക് കിട്ടുന്നില്ല. എനിക്കൊന്നും അതിലൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഇപ്പോൾ പുഷ്പവിമാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറി ആണെന്നൊക്കെ ഒരു സയന്റിഫിക് ഇമാജിനേഷന്റെ ഭാഗമായിട്ട് പറയുന്നതും അതൊരു സയന്റിഫിക് പ്രൂഫോടെ അല്ലെങ്കിൽ സയൻസിന്റെ ഒരു ആദ്യഘട്ടം അതായിരുന്നു എന്ന് പറയുന്നത് തമ്മിൽ അല്ല, നമ്മളാകെ ചെയ്യേണ്ടത് എല്ലാ ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾക്കും ഡിസ്കസ് ചെയ്യുന്നൊരു ഫോറമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്. കാരണം എനിക്ക് പറയാവുന്ന എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് മാത്രമാണ്. ഇപ്പോൾ ആരെങ്കിലും അത്തരം അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ലെറ്റ് us ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഡൈസെക്റ്റ് ചെയ്യണം, ഈ ഒരു ഇഷ്യൂവിനെ ഡൈസെക്റ്റ് ചെയ്യണം. നമുക്കാകെ പറയാവുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പുരാണ ഗ്രന്ഥങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനകത്തൊരു സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അത് മാത്രം സംസാരിച്ചാൽ മതി. മറ്റൊരാൾക്ക് വായിച്ചിട്ട് അയാൾക്ക് എന്ത് സംസാരിച്ചു അതാണല്ലോ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം. അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ടേ? പക്ഷെ സ്പേസിനെ കുറിച്ചും ഒരുപാട് ഇമാജിനേഷൻസ് ഇങ്ങനെയില്ലേ സർ? ലൈക്ക് അന്യജീവി ഗ്രഹങ്ങൾ, UFO സ്പോട്ടിങ്സ് ഉണ്ടായിട്ടുണ്ട്, എക്സ്ട്രാ ടെറിട്ടറിയൽ ബീയിങ്സ്, ഇതിനെ പറ്റിയൊക്കെ എന്താണ് സർ? No, that's what but still it's അതൊരു സയന്റിഫിക് പോസിബിലിറ്റിയാണ് ഇതെല്ലാം. അല്ല, അതിന് പ്രൂവൺ ഡേറ്റ എവിടെയെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അമേരിക്കയുടെ ഐ ഡോണ്ട് ബിലീവ് ഇൻ എനിത്തിങ്. അതിനുള്ള പോസിബിലിറ്റീസ് വെരി ഹൈ ആണ്. യെസ്, അത് സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഭൂമിയിലാണ് ലൈഫ് ഉണ്ടായത്, നമുക്കെല്ലാം അറിയാവുന്ന ലൈഫ്. നമ്മളിവിടെ ജീവിക്കുന്ന ആയതുകൊണ്ട് മറ്റേ കൂപമണ്ഡപങ്ങളായതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മളിവിടെ ജീവിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ലൈഫ് ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷെ നമുക്ക് ഭൂമിയിൽ തന്നെ നിങ്ങൾക്കറിയാമോ ലൈഫ് എത്ര പ്രാവശ്യം ഉണ്ടായിരുന്നു? ഒരു പ്രാവശ്യമാണോ ലൈഫ് ഉണ്ടായത്? 2 പ്രാവശ്യമാണ് ഉണ്ടായത്? അതോ 10,000 കണക്കിനാണ് ഉണ്ടായത്? ലൈഫ് ആദ്യം ഉണ്ടായത്. ഇപ്പം നിങ്ങൾ ഇന്ന് സയൻറ്റിഫിക് ആയിട്ടാണല്ലോ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ ലൈഫ് ഒരിക്കൽ ഉണ്ടായി, അതിനുശേഷം ആ ലൈഫിൽ നീ കണ്ടതെല്ലാം ഉണ്ടായി. ഓക്കെ, എന്നാൽ ലൈഫ് അങ്ങനെ 1 പ്രാവശ്യം ഉണ്ടായത്, 2 പ്രാവശ്യം ഉണ്ടായത്, 3 പ്രാവശ്യമാണ് ഉണ്ടായത്? നമുക്ക് അറ്റ്ലീസ്റ്റ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട് മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഭൂമിയിൽ ലൈഫ് 1 പ്രാവശ്യമല്ല ഉണ്ടായത്, പല പ്രാവശ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയുടെ ആയുസ് 4 ബില്യൺ വർഷമാണ്. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലൈഫ് ഉണ്ടായി ഇവിടെ. അത് നശിപ്പിക്കപ്പെട്ടു. പിന്നീട് ചൂട് വന്നു, അതിനുശേഷം ഐസ് ഏജ് ഉണ്ടായി, കടന്നുപോയി, അപ്പോഴും ലൈഫ് ഉണ്ടായി, അത് നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ പല പ്രാവശ്യങ്ങളിലൂടെ കടന്നു വന്ന ലൈഫാണ് ഇത് കാണുന്നത്. ഈ കാണുന്ന ലൈഫ് തന്നെ വളരെ കോംപ്ലക്സ് ലൈഫാണ്. എത്രയോ തരം ലൈഫുകൾ മിക്സ് ചെയ്തുണ്ടായ ഒരു ലൈഫാണ് ഈ കാണുന്നത്. അത് തന്നെ പലതരത്തിലുണ്ടായ ലൈഫുകൾ ചേർന്നുണ്ടായ ഒരു മിക്സ്ഡ് ലൈഫ് ഫോമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഭൂമിയിൽ ജലമുണ്ട്, എല്ലാ മിനറൽസും ഉണ്ട്. ഈ മിനറൽസ് എന്ന് പറഞ്ഞാൽ എലിമെൻറ്റുകളാണ്. ഹൈഡ്രജൻ, ഹീലിയം, ബോറോൺ, ഹൈഡ്രജൻ, എല്ലാ എലിമെൻറ്റുകളും വന്നുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ഭൂമി. ഈ ഭൂമി ഉണ്ടായ എങ്ങനെയാണെന്ന് വെച്ചാൽ നക്ഷത്രങ്ങളുണ്ടായി, പൊട്ടിത്തെറിച്ചുണ്ടായ പൊടികളിൽ നിന്നുണ്ടായതാണ്. ഓക്കെ, അതുപോലെ ഉണ്ടായ ബില്യൺസ് ഓഫ് ഭൂമികൾ ഇന്ന് ലോകത്തുണ്ട്. അവയെല്ലാം ഉള്ളത് ഇതേ സ്ട്രക്ചറാണ്. ഈ കാണുന്ന സാധനം പോലെ തന്നെയാണ് മറ്റേതൊരു പ്ലാനറ്റും. ഇവിടെ എന്തൊക്കെയുണ്ടോ അത് അവിടെയുണ്ട്. ക്വസ്റ്റ്യൻ വെള്ളമായിട്ടുണ്ടോ, ഐസായിട്ടാണോ, ഗ്രാവിറ്റി ഇതുപോലെയാണോ, ഇപ്പോഴും ചൂടാണോ, തണുപ്പാണോ, ടെമ്പറേച്ചർ അത് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇവിടെ ലൈഫ് ഉണ്ടായെങ്കിൽ തിളച്ചു മറിഞ്ഞ് നടക്കുന്ന ഭൂമിയിൽ 3.5 ബില്യൺ വർഷം മുമ്പ് ലൈഫ് ഉണ്ടായെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് എല്ലാ ലൈഫ് ഉണ്ടായി കാണും, മെജോറിറ്റി സ്ഥലങ്ങളിലും. കാരണം അങ്ങനെയാണ്. കാരണം ഈ പറഞ്ഞ എലിമെൻറ്റുകളും കണ്ടീഷൻസും അവിടെയുണ്ട്. അപ്പോൾ ലൈഫ് എവിടെയും ഉണ്ടാവാം, മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാവാം. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുമോ, അത് പ്രോഗ്രസ് ചെയ്ത് ഇവോൾവ് ലൈഫായി മാറിയെന്നോ, ഇന്ന് നമ്മൾ കാണുന്ന DNA-യും ATPയും ഒക്കെ ചേർന്ന ഓക്സിജനെ യൂസ് ചെയ്ത് ജീവിക്കുന്ന ലൈഫായിട്ട് മാറിയെന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇവിടുത്തെ സിറ്റുവേഷനിൽ ഇവോൾവ് ചെയ്ത് വന്നതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം ചെടികളും ജന്തുക്കളും 2 സ്ട്രീമുകളുണ്ടായി ഭൂമിയിൽ. നമ്മൾ രണ്ടും ഒന്നാണെന്നറിയാം എസെൻഷ്യലായിട്ട്. ചെടിയും മനുഷ്യനല്ല, എസെൻഷ്യലി ഒന്നാണ്. നമ്മുടെ DNA സ്ട്രക്ചർ ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ. കാരണം ഇത് രണ്ടും കൂടെ മെർജ് ചെയ്ത് ഒന്നായിപ്പോയി. നമ്മുടെ ഉള്ളിൽ കാണുന്ന മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സാധനം മറ്റെവിടെ നിന്ന് വന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോംപ്ലക്സ് ലൈഫ് ഫോമാണ് നമ്മുടെ. ഇതുപോലത്തെ ലൈഫ് ഫോമുകൾ ഉണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, ആ പറഞ്ഞ ലൈഫ് ഫോമുകൾ ഇന്ന് നമ്മളെവിടെ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇന്നും പ്രിമിറ്റീവായിട്ട് നിലനിൽക്കുകയാണോ?
അവിടെയാണ് ക്വസ്റ്റ്യൻ. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്ന ടൈം സ്കെയിലുകളെ കുറിച്ച് ആലോചിക്കുന്നത്. ഈ പറഞ്ഞ ഇൻ്റലിജൻസ് എപ്പോഴാണ് വന്നത്? മനുഷ്യൻ വന്നിട്ട് തന്നെ 80,000 വർഷമായിട്ടുള്ളൂ. അതിൽ ഈ പറഞ്ഞ ഇൻ്റലിജൻസ് ഒക്കെ വന്നിട്ട് കുറച്ച് ആയിരങ്ങൾ വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഈ യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഈ സ്റ്റാറുകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ബില്യൺസോ വർഷങ്ങളായി. ഇതിനുള്ളിൽ ചിലപ്പോൾ ഇതൊക്കെ വന്നു പോയി കാണും, ഇനിയും വരുമായിരിക്കും. പക്ഷേ ചിലപ്പോൾ നമ്മളെക്കാളും അല്പം പുറകിലായിരിക്കും, ചിലപ്പോൾ നമ്മളെക്കാളും ലക്ഷം വർഷങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിരിക്കും. രണ്ടും പോസിബിളാണ്. പക്ഷേ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മൾ അവർക്ക് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, ഇൻ്റർപ്ലാനറ്റ് ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഈ ദൂരങ്ങൾ താണ്ടാനുള്ള ടെക്നോളജി ഉണ്ടോ, ഇതൊക്കെ നമുക്കറിയില്ല. അത്രേ ഉള്ളൂ. അല്ല, എനിക്കൊരു സംശയമില്ല, ലൈഫ് എന്ന് പറയുന്ന, നിങ്ങളീ പറയുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അഭിപ്രായത്തിൽ എല്ലാത്തിനും ലൈഫുണ്ട്. ഈവൻ ഈ യൂണിവേഴ്സിന് തന്നെ ഒരു ലൈഫുള്ള ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങളീ പറഞ്ഞ റിപ്രൊഡ്യൂസബിൾ ലൈഫ്, ബയോളജിക്കൽ ലൈഫ് എല്ലാം ഒരുപാട് സ്ഥലത്തുണ്ടാകും, നോ ഡൗട്ട്. Sir, when you talk about AI, there are AI technologies which are rather models which are being used. How far ISRO is tuned to using AI models indigenous ആയിട്ട്? Because പുറത്തുനിന്ന് എടുക്കുന്നതിൽ there's an angle of leaks, that data leaks. അപ്പോൾ ഇവിടെ നമ്മൾ എത്രത്തോളം ആ മോഡൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് കാണിക്കേണ്ടത്? അവിടെ എല്ലാവരും എനിക്ക് തോന്നുന്നത് AI കുറിച്ച് ഇമ്മീഡിയറ്റ്ലി ChatGPT, ഡീപ് സീക്ക്, ഇതിനെക്കുറിച്ച് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ മനസ്സിൽ വരുന്ന AI ഇത് രണ്ടും മാത്രമല്ല. AI എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി എന്താണ്? ഡേറ്റ ബേസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡേറ്റയിലെ പാറ്റേണുകളെ മനസ്സിലാക്കി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ. അത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ AI ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പോൾ ക്യാമറയിൽ എടുക്കുന്ന ചിത്രങ്ങളിൽ മനുഷ്യനാണോ പട്ടിയാണോ തിരിച്ചറിയാനായിട്ട് വളരെ എളുപ്പത്തിൽ പറ്റും AI ഉപയോഗിച്ചിട്ട്. കാരണം ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് വേണ്ടി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു AI മോഡലിന് ആ ഒരു ടാസ്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ജനറൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് NLP ബേസ്ഡ് ChatGPT പോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ടെക്സ്ച്വൽ പിക്ചോറിയൽ ഇൻട്രാക്ഷനിൽ വെച്ചിട്ട് റിപ്ലൈ തരുന്നത്, അത് ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഒരു 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 ലാർജ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഒരു ജനറൽ പർപ്പസാണ്. ChatGPT പറയാൻ നിങ്ങൾ റോക്കറ്റ് ഡിസൈൻ ചെയ്ത് തരാൻ പറഞ്ഞാൽ അതിനെ കൊണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ടാസ്ക് ചെയ്യാനാവില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും ആവില്ല. ഒരു 24x45 മൾട്ടിപ്ലൈ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റില്ല. അപ്പോൾ ഈ ChatGPT എല്ലാത്തിൻ്റെ ഒരു സൊല്യൂഷനൊന്നും അല്ല, അതുപോലെ ഡീപ് സീക്കും അല്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് AI എന്ന് പറയുന്ന ഒരു ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അത് എവിടെയൊക്കെ ലാർജ് ഡാറ്റയുണ്ടോ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ലാർജ് ഡാറ്റ ഇല്ലാത്ത സ്ഥലത്ത് യൂസ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന സ്പേസിൽ ഇനി എന്തൊക്കെ മേഖലയുണ്ട്? ഒരുപാട് മേഖലകളുണ്ട്. തിരിച്ച് ഇസ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗഗൻയാൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് എന്താണ്? ഗഗൻയാൻ ഇപ്പോൾ ഓൾറെഡി ചെയർമാൻ ഓഫ് ISRO ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിനെക്കുറിച്ച്. വളരെ ഈ വർഷം വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ടെസ്റ്റുകൾ തീർക്കാനുണ്ടെന്നും ഈ വർഷം അവസാനത്തോടുകൂടി അൺമാൻഡ് ആളില്ലാത്ത ഗഗൻയാൻ വിക്ഷേപണം നടത്താൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു റോക്കറ്റിൻ്റെ അസംബ്ലിയൊക്കെ തുടങ്ങിയിരുന്നു കഴിഞ്ഞ ജാനുവരി തന്നെ, ഡിസംബറിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്ന ലക്ഷണമുണ്ട്. അതുപോലെ ക്രൂ മോഡ്യൂളിൻ്റെയൊക്കെ പ്രിപ്പറേഷനൊക്കെ നടക്കുകയാണ് ഇപ്പോൾ. ട്രെയിനിങ് എങ്ങനെയാണ്? അസ്ട്രോണോട്ടൊക്കെ ട്രെയിനിങ് എപ്പോഴേ കഴിഞ്ഞു. ആക്ച്വലി നമ്മുടെ ട്രെയിനിങ് കൊണ്ട് യാതൊരു തടസ്സവും ഇല്ല. റോക്കറ്റ് നിർമ്മാണത്തിൻ്റെ ഡിലേ ആണ് ഇപ്പോൾ ഉള്ളത്. അവരിപ്പോൾ ഒരാൾ അമേരിക്കയിലെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകുന്നു, സുധാഷ് ശുക്ല പോവുകയാണ്. അതൊരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ആ യാത്രയിൽ കിട്ടുന്ന ഇൻപുട്ടും നമ്മുടെ ഡിസൈനിൽ ഉപയോഗിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക് ആസ്ട്രോനോട്ട് ട്രെയിനിങ് ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഭയങ്കര ക്യൂരിയസ് ആണ് ആളുകൾ. ഈ സുനിത വില്യംസ് ഒക്കെ പോയിട്ട് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്താണെന്നുള്ളത് ഞാൻ ട്രെയിൻ ചെയ്യപ്പെടാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ട്രെയിനിങ് ഫെസിലിറ്റികൾ കണ്ടിട്ടുണ്ട്. റഷ്യയിലെ ട്രെയിനിങ് ഫെസിലിറ്റി സ്റ്റാർ സിറ്റിയിൽ അവരെന്നെ കാണിച്ചു. അപ്പോൾ അത് കണ്ടതിൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാവുന്നത്, ഇതൊരു പ്രൈമറിലി ഇപ്പോൾ വന്ന ആളുകളെല്ലാം വിമാനങ്ങൾ പറക്കാൻ കഴിവുള്ളവരാണ്, പൈലറ്റുകളാണ്. ഇപ്പോൾ ഭാവിയിൽ പൈലറ്റുകളല്ലായിരിക്കും വരുന്നത്. ഇപ്പോൾ പൈലറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ സ്കില്ലാണ്. മെഷീനും അവരും ഒന്നാകുന്നൊരവസ്ഥ.
അപ്പോൾ നിങ്ങൾ സൈക്കിളിൽ ചവിട്ടുമ്പോൾ പാടില്ല, ആദ്യം സൈക്കിൾ ചവിട്ടിയാൽ മുന്നോട്ട് പോകില്ല, മറിഞ്ഞു വീഴും. കുറച്ച് കഴിയുമ്പോൾ സൈക്കിളിൽ ചവിട്ടും, അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ സൈക്കിൾ അങ്ങ് മറക്കും. ചവിട്ടുമ്പോൾ നിങ്ങൾ ആരും ഓർക്കുന്നില്ല ഞാൻ സൈക്കിളിൽ ചവിട്ടുന്നുണ്ടെന്ന്, ഇല്ലേ? അപ്പോൾ അതുപോലെയാണ് കാർ ഡ്രൈവ് ചെയ്യുന്നതും. ആദ്യം ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ, ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ എന്നൊക്കെ ആലോചിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏതാ ഗിയർ ഇട്ടെന്ന് നിങ്ങളുടെ അപ്പം ഇടയ്ക്ക് ചോദിച്ചാൽ അതുപോലും അറിവുണ്ടാവില്ല. ഓക്കെ, അതൊരു നമ്മൾ മെഷീനും മനുഷ്യനും ഒന്നാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് ഇവരെത്തണം. അവർ ചെയ്യുന്ന കാര്യങ്ങളും ആ പർട്ടിക്കുലർ എൻവയൺമെൻറ്റ് തമ്മിലുള്ളൊരു താതാത്മ്യം എത്തുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഡ്രൈവിങ്ങിൻ്റെ പോർഷൻ. അതിനൊക്കെ കൂടുതലായിട്ട് പ്രധാനം ഈ സ്പേസിലെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് അല്ല, പല പല ബമ്പുകളുണ്ട്. എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഷോക്ക്, പെട്ടെന്ന് ആക്സലറേഷൻ കൂടുക, തെർമൽ ടെമ്പറേച്ചർ പ്രശ്നങ്ങളുണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിയുക, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് വളരെ വ്യത്യാസം. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ് അവരെ. അപ്പോൾ അത്തരം ടെസ്റ്റുകൾ കണ്ടിന്യൂസ് അവർ എക്സ്പീരിയൻസ് ചെയ്യിക്കും പല പ്രാവശ്യം. സെൻട്രിഫ്യൂജുകളിട്ട് കറക്കുക, വെള്ളത്തിനടിയിൽ മുക്കുക, ഐസോബാറിക് ഓക്സിജൻ കുറയുന്ന എൻവയൺമെൻറ്റിൽ കൊണ്ടുപോവുക, ചൂട് കൂടിയ സ്ഥലത്തിരുത്തുക, കൺഫൈൻഡ് റൂമിൽ 4 ദിവസം അതിനകത്തിരുത്തുക. അങ്ങനെ അവരുടെ സൈക്കോളജിയൊക്കെ മെഷർ ചെയ്യും. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കഴിവുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ഇവാലുവേഷനിൽ കൂടെ കടന്നു വന്ന് അപ്പോൾ 1-2 പ്രാവശ്യം എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാം എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ട്രെയിനിങ്. പിന്നെ അതുകൂടാതെ ഈ മൊത്തം മെഷീനെ കുറിച്ചൊക്കെയുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ ഫിസിക്സ്, അതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ, ഇലക്ട്രോണിക്സ് തമ്മിലുള്ള ഇൻ്റർഫേസുകളുടെ കുറിച്ചുള്ള പഠനം, അങ്ങനെ എല്ലാം അതിൻ്റെ കോഴ്സുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. പിന്നെ ഫ്ലൈയിങ് എക്സ്പീരിയൻസുകൾ. ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവരത് കാണുകയാണല്ലോ, അവരതിൽ പൈലറ്റ് ആണെങ്കിൽ അല്ലെങ്കിലും അത് കാണുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക്, അതൊക്കെയാണ് ട്രെയിനിങ്ങിൻ്റെ ഭാഗം. ഇന്ത്യയുടെ മാൻ മിഷൻ 2027 ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതൊരു ISRO ബിഫോർ മാൻ മിഷൻ, ആഫ്റ്റർ മാൻ മിഷൻ എന്നുള്ള രീതിയിലേക്ക് ഒരു വലിയൊരു ഡിഫൈനിങ് മൊമെന്റ് ആയിട്ട് മാറും. അങ്ങനെ ആയിക്കോട്ടെ, വരുന്നില്ലേ? 2027 ശേഷം നമുക്കത് സംസാരിക്കാം. അല്ല സാർ, ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു ഹ്യൂമൻ എലമെന്റ് വരുമ്പോഴത്തേക്കും ഉള്ളൊരു വ്യത്യാസം, പല കാര്യങ്ങളും എക്സ്ട്രാ വരുന്നുണ്ട്. ഹ്യൂമൻ എലിമെൻറ്റിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് നമ്മുടെ ഗഗൻയാൻ പ്രോഗ്രാമിൻ്റെ ഗോള് തന്നെ. ഹ്യൂമനെ മനസ്സിലാക്കുകയും മെഷീനുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നോളേജ് സിസ്റ്റം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഞാൻ പറഞ്ഞില്ല, ISRO എസെൻഷ്യലി ഒരു നോളേജ് ഗ്രൂപ്പാണ്. ഇപ്പം നമുക്ക് ഹ്യൂമനുമായിട്ടുള്ള നോളേജ് ഇല്ല. ആ നോളജ് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ. ഇപ്പോൾ എഞ്ചിനീയേഴ്സും സയൻറ്റിസ്റ്റും അതിനകത്തുള്ളത്. പക്ഷേ മനുഷ്യനെ ഇതിനുള്ളിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള നോളജ് നമുക്കില്ല. അപ്പോൾ അതിന് ഉള്ള ആളുകളെ ട്രെയിൻ ചെയ്ത്, ഈ ഓസ്ട്രോനോട്ട്സിൻ്റെ ഒപ്പം തന്നെ ഗ്രൗണ്ടിലുള്ള ആളുകൾ, ഡിസൈനേഴ്സ്, പ്രോജക്റ്റ് ഡയറക്ടേഴ്സ്, ഇതെല്ലാം ഇതിനകത്ത് മനസ്സിലാക്കി വരണം. അതിനൊരു വർഷം എടുക്കും. ഈ റഷ്യക്കാരും അമേരിക്കാരും ഒക്കെ മനുഷ്യനെ ഇട്ട് തുടങ്ങിയത് എത്രയോ വർഷത്തെ അണ്ടർസ്റ്റാൻഡിങ് നോളജ് വേണമെന്നറിയാമോ? അല്ലാതെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ആളെ വിടാനൊന്നും നടക്കില്ല. അതിനുള്ളിലുള്ള ആളുകൾക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരവില്ലായിരിക്കും, എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്നുള്ള. അപ്പോൾ നോളജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഗോൾ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു സ്ലോലി നടക്കുന്നുണ്ട്. അതിന് നമ്മളൊരു പുതിയ സെൻറ്റർ ഉണ്ടാക്കി, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ എന്നൊരു സെൻറ്റർ ഉണ്ടാക്കി, അതിൻ്റെ സെൻറ്റർ ഡയറക്ടർ ഉണ്ടാക്കി, അതിനുള്ളിൽ ഡിഫറെൻറ്റ് ടീമുകളുണ്ടാക്കി, ഫിസിയോളജി, ബയോളജിക്കൽ എക്സ്പെരിമെൻറ്റ്, ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല ഡിവിഷനുകൾ ഉണ്ടാക്കി അതിനുള്ളിൽ നമ്മൾ അതിന് സ്കില്ലായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്ത് ഉണ്ടാക്കിയപ്പോൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആ കപ്പാസിറ്റി നമുക്കുണ്ടാകും. നേരത്തെ ഈ മാൻ മിഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. ഐ എം ഷുവർ യു ആർ അവെയർ ഓഫ് ഇറ്റ്. അതായത് 1969 ആദ്യമായിട്ട് അപ്പോളോ മിഷനിൽ ഇവിടെ 3 പേര് പോകുന്നു. അത് കഴിഞ്ഞ് 72 വരെയായിട്ട് 12 പേര് പോയി എന്നാണ്. അതിനുശേഷം ഇത്രയും വർഷമായിട്ട് പിന്നൊരു മാൻ മിഷൻ ഉണ്ടായിട്ടില്ല. അത് ഇത്തരം ഈ കോൺസ്പിറസി തിയറിക്കാർ ആവർത്തിച്ച് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ മനുഷ്യരെ അയക്കേണ്ടിയിരുന്നു. എന്താണ് വളരെ തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതിനകത്തുള്ളത്. ഒന്ന്, മനുഷ്യനെ എന്തിന് ചന്ദ്രനിൽ വിട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. അതൊരു കോമ്പറ്റീഷൻ്റെ പാർട്ടായിരുന്നു. റഷ്യയും അമേരിക്കയും തമ്മിലുള്ളൊരു പവർ സ്ട്രഗിളായിരുന്നു അത്. മനുഷ്യനെ ആദ്യമായിട്ട് ഉപഗ്രഹത്തിൽ വിക്ഷേപിക്കുകയും ആദ്യ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുകയും റഷ്യയാണ്. അപ്പോൾ ഒരു അപ്പർ ഹാൻഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഞാനാണ് ഡോമിനൻ്റ് നേഷൻ എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെജസ്റ്റിക് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ചന്ദ്ര മിഷൻ ആദ്യം അമേരിക്ക ഫോം ചെയ്യുന്നത്. അത് 1-2 മിഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ ഗ്ലാമർ പോയി. പക്ഷേ ആ സീരീസിൽ കുറേ മിഷനുകൾ അന്ന് ഫിക്സ് ചെയ്തിരുന്നു, ഫണ്ട് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് നടന്നു. പക്ഷേ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻറ്റേർണലി ആ പ്രോസസ്സ് തുടങ്ങി. ഇനി എന്തിനിത് എന്നുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അതിനൊപ്പം തന്നെ നാസ മാർസിലേക്ക് ഇനി മനുഷ്യനാണ് നമുക്ക് അടുത്തത്, ചൊവ്വയിലേക്ക് ആളെ ഇറക്കണം എന്നുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി, വലിയ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി, കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തു. ഗവൺമെൻറ് മുമ്പിൽ ഇരിക്കുക. അപ്പോൾ
അപ്പോൾ ഗവൺമെൻറ് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഈ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടി ഏകദേശം രാജ്യത്തിൻ്റെ വരുമാനത്തിന് 30% ചിലവാക്കുന്നുണ്ട് ആ സമയത്ത്. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കാര്യമായിരുന്നു. കാരണം ഇൻവെസ്റ്റ് ചെയ്ത് റോക്കറ്റ് നിർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല, ലോകത്ത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ റോക്കറ്റായിരുന്നു അന്നത്തെ റോക്കറ്റ് സാറ്റാണ്. അതിനുവേണ്ടി യൂണിവേഴ്സിറ്റി സിസ്റ്റങ്ങൾ, ലബോറട്ടറികൾ, എക്സ്പെരിമെൻ്റൽ ഫെസിലിറ്റീസ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റാണ് അന്ന് ചന്ദ്രനിൽ പോകാൻ വേണ്ടിയിട്ട് ആ കുറഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയേ പറ്റൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നടത്തിയതുകൊണ്ട് രാജ്യത്തിന് എന്താ ഗുണം. നമ്പർ 1 പൊസിഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ ചൊവ്വയിൽ വിട്ടാൽ ചിലപ്പോൾ അതിനേക്കാളും ഒരു അടുത്ത പടി കിട്ടും. പക്ഷെ നോക്കിയപ്പോൾ അമേരിക്കയ്ക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അമേരിക്കയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം തീരുമാനിച്ചു ഇനി ഇതിന് പൈസ കൊടുക്കാനാവില്ല. ടെക്നോളജിസ്റ്റും സയൻറ്റിസ്റ്റുകളും മുന്നിൽ വന്ന് പറയുന്നുണ്ട് എനിക്ക് ചന്ദ്രനിൽ തുടങ്ങുമെന്നും സ്റ്റേഷൻ ഉണ്ടാക്കുമെന്നും ചൊവ്വയിൽ വിടുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സിനിമകളുണ്ടാകുന്നു, അവിടെ വലിയ ഇതൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ പൊളിറ്റിക്കൽ സിസ്റ്റം അതിന് കോൾഡ് ഷോൾഡർ കാണിച്ചു. അവർ പറഞ്ഞു ഇനി പൈസ തരാനാവില്ല. അങ്ങനെ സ്ലോലി ആ പ്രോഗ്രാം അടയ്ക്കേണ്ടി വന്നു. ചൊവ്വ പ്രോഗ്രാം അടച്ചുകൂട്ടി. ഇതിൽ ഫണ്ടിങ് നിർത്തി. അവരുടെ കോൺഗ്രസ് എന്ന് പറയുന്ന അവരുടെ റിവ്യൂകൾ നടന്നു. അവരത് പൈസ തരാനാവില്ല എന്ന തീരുമാനത്തിലെത്തി. ഇപ്പോൾ നാസയെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ഈ വർഷം $5.5 ബില്യൺ കട്ട് ചെയ്തിരിക്കുകയാണ് നാസയുടെ. അപ്പോൾ അതുപോലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ തോട്ട് പ്രോസസ്സ് മാറി. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പുതിയ നറേറ്റീവ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനില്ല എന്നവർക്ക് മനസ്സിലായി. ഒരു മൈലേജ് കിട്ടാനില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യപ്പെട്ടു. അത് അല്ലാതെ അതിനകത്ത് ആൾ പോകാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ അമേരിക്ക പിന്നീടാണ് അത് റിയലൈസ് ചെയ്തത്. ആ അമേരിക്കൻ മൂൺ പ്രോഗ്രാം കൊണ്ട് അമേരിക്കയ്ക്ക് എന്താണ് ഉണ്ടായതെന്ന്. ആ മൂൺ പ്രോഗ്രാമിൽ നിന്ന് അമേരിക്ക ആക്കിയത്, ടെക്നോളജിക്കലി സുപ്പീരിയർ അമേരിക്ക ഉണ്ടാക്കുന്നതിൽ മൂൺ പ്രോഗ്രാം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒന്ന് കമ്പ്യൂട്ടേഷണൽ, അക്കാഡമിക് കേപ്പബിലിറ്റീസ്, ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ്, മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ്, ഡിഫൻസ് കേപ്പബിലിറ്റി, എല്ലാത്തിലും ഇതുപോലെയുള്ള കമ്പനികൾ ഉണ്ടായതും ഒക്കെ ഇന്നത്തെ അമേരിക്കയിലെ ഹൈ ടെക്നോളജി ഡൊമൈൻ എന്ന് പറയുന്നത് മുഴുവൻ ഈ ബേസിൽ നിന്നുണ്ടായതാണ്. ആ റെവല്യൂഷനാണ് മൂൺ മിഷൻ ഉണ്ടാക്കിയത്. അതവർ ഇന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റായി പോയില്ല. പക്ഷേ അതെല്ലാം നടന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞാണ് പൊളിറ്റിക്കൽ ഡിസിഷനാണ് അൾട്ടിമേറ്റ്ലി ഇത്തരം നറേറ്റീവുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അത് അവർക്ക് ആവശ്യമായിരുന്നില്ല, അതുകൊണ്ടാണ്.